എത്രാമത്തെ വയസ്സിൽ ചേച്ചി ജോലിയൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു? ഞാനേ പോയി തുടങ്ങിയ കഥ പറയുകയാണെങ്കിൽ, അതായത് ഞാൻ എല്ലാ പെൺകുട്ടികളെ പോലെ സുന്ദരിയൊന്നുമല്ലല്ലോ. അങ്ങനെ പിന്നെ എന്താ പറയുക, ജോലി വേണം. അമ്മ ഇങ്ങനെ പറയും, എന്തെങ്കിലും ജോലിക്ക് പോകണം മോളെ എന്ന് പറഞ്ഞിട്ട് അമ്മയുടെയൊക്കെയോ ജോലിക്ക് എന്നെ കൂട്ടിക്കൊണ്ടുപോയിട്ടുണ്ട്. അങ്ങനെ കൊണ്ടുപോയിലൊരു ഞാൻ ഇപ്പോഴും ഓർക്കണത്, അതായത് ഇവിടെ കോർപ്പറേഷൻ്റെ അടുത്ത്, കോർപ്പറേഷൻ ഓഫീസിൻ്റെ അടുത്ത് ഒരു ഇതുണ്ട്, എന്താ പറയുക, ഫാൻസി ഷോപ്പ്. അവിടെ ഒരാളെ ഒരു പെൺകുട്ടീനെ വേണം തന്നെ. അപ്പോൾ ഞാൻ അമ്മ പറഞ്ഞ് ഇങ്ങനെ ഒരു ഇതുണ്ട്, ഒന്ന് ആരോ പറഞ്ഞിട്ടാ അമ്മ പോയോക്കാം. ഞാനെന്ത് ചെയ്ത്, മര്യാദയ്ക്ക് ഒരു കുപ്പായം ഒന്നും ഉണ്ടാവില്ല. ഞാൻ തൊട്ട വീട്ടിലിൻ്റെ കൂടെയുള്ള കുട്ടീനോട് ഡ്രസ്സൊക്കെ വാങ്ങിയിട്ട് കറുത്ത ഞാനൊക്കെ കൂടി സുന്ദരിയായിട്ട് പോവുക, ബ്യൂട്ടി സ്കൊത്തൊക്കെ കുത്തി പോവുക. അയാൾ ഞാൻ കണ്ടേ വയ്ക്കുന്ന അമ്മേനോട് പറഞ്ഞു, ഒന്നും വിചാരിക്കരുത്, ഞങ്ങൾ ഇവരെ പിന്നെ ഇവിടെ പെൺകുട്ടികളെ കച്ചവടത്തിൽ ഇവിടെ ഏൽപ്പിക്കുന്നത് അവരിൽ കൂടെ കച്ചവടം നടത്താനാണ്. അപ്പോൾ അത്യാവശ്യം സുന്ദരിയായ പെൺകുട്ടീനെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എൻ്റെ മുഖത്ത് ഇങ്ങനെ പറഞ്ഞു. ചേച്ചി, സ്ത്രീ തൊഴിലാളികളുടെ പ്രാഥമികമായിട്ടുള്ള ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിനുള്ള ഒരു സമരത്തിനാണ് നിങ്ങൾ ഫസ്റ്റിൽ നേതൃത്വം കൊടുത്തത്. ആ സമരത്തിലേക്ക് വന്ന സാഹചര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? നമ്മൾ സ്ത്രീകളാണ്, തൊഴിലാളികളാണ്. നമുക്ക് ആ തരത്തിൽ ജോലി ചെയ്യാനുള്ള സാഹചര്യം സ്ത്രീ ആയതുകൊണ്ടും തൊഴിലാളി ആയതുകൊണ്ടും അത് നിഷേധിക്കപ്പെടുക. നമ്മൾ മനുഷ്യനാണ്, തൊഴിലാളിയാണ്. ഒരു മനുഷ്യന് വേണ്ട പ്രാഥമിക ആവശ്യത്തിന് പോലും പരിഗണന ഇല്ല. ഒരു പെണ്ണല്ലേ, ഒരു സ്ത്രീകളല്ലേ, എല്ലാം സഹിച്ചോളും എന്ന രീതിയിലുള്ളൊരു കാഴ്ചപ്പാടിലേനി 2010 10ൻ്റെ മുന്നേ മുതൽ സ്ത്രീകൾ, മിഠായിത്തെരുവിലെ സ്ത്രീ തൊഴിലാളികളെ കാണുന്ന ഒരു കാഴ്ചപ്പാട് അങ്ങനെയായിരുന്നു. അവർക്ക് പ്രതിഷേധിക്കാൻ അറിയില്ല, ഇവർ മനുഷ്യനല്ല, ഒരു ജീവനുള്ള ഒരു ജീവിയല്ല, അങ്ങനെയൊക്കെ തരം അവഗണിക്കപ്പെട്ട രീതിയിലാണ് സ്ത്രീകളായാൽ പെണ്ണായ ഒരു വ്യക്തിയെ ഉള്ള കാഴ്ചപ്പാട് അതാണ്. അപ്പോൾ നമുക്ക് മൂത്രയിക്കാൻ പറ്റില്ല, നമുക്ക് ഇരിക്കാൻ പറ്റില്ല, നമുക്ക് കൃത്യമായിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, നമുക്കൊരു റെസ്റ്റ് ഇല്ല. നമ്മളിങ്ങനെ എന്തോ ഒരു മനുഷ്യനാണോ വെച്ചാൽ മനുഷ്യനല്ല, സ്ത്രീയാണോയെന്ന് വെച്ചാൽ സ്ത്രീയല്ല. അങ്ങനെയൊക്കെ ഒരു അവസ്ഥയിൽ ഒരു മനുഷ്യന് കൊടുക്കുന്ന പരിഗണന തൊഴിലിടത്തായാലും കുടുംബത്തിലായാലും പൊതു ഇടത്തിലായാലും നമുക്ക് കിട്ടുന്നില്ല. അത് അങ്ങനെ പരിഗണന കിട്ടാത്തത് കൊണ്ട് ഞങ്ങൾ പലതും സഹിക്കുകയാണ്. ആ സഖി കെട്ട് പൊട്ടിയതാണ് മിഠായിത്തെരുവിലെ മൂത്രപ്പുര സമരം. പിന്നെ സമരത്തിലേക്കാണ് പോണേ. എല്ലാം സഹിച്ച് അവസാനം ഒരു പൊട്ടിത്തെറി ഉണ്ടാവുമല്ലോ. ആ ഒരു പൊട്ടിത്തെറിയേരി 2010 മിഠായിത്തെരുവിൽ നടന്ന മൂത്രപ്പുര സമരം. അതൊരു സമരം തന്നെയായിരുന്നു. അത് ആളുകൾ വെള്ളം കുടിച്ചാലും പ്രശ്നമില്ല, വെള്ളം കുടിച്ചില്ലേയും പ്രശ്നമില്ല. സ്ത്രീകളാണെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാവരുത്, ഇവർ കാരണം ഒരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് എല്ലാം സഹിച്ചോളും, അത് വീട്ടിലായാലും തൊഴിലെടുത്തായാലും പൊതു എടുത്തായാലും ഇവരിതൊക്കെ സഹിക്കുന്ന ആൾക്കാർ അവർ സഹിച്ചോളും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് പൊതുസമൂഹം ഇവരെ നോക്കിക്കാണുന്നത്. അപ്പോൾ ഇത് ശരിയല്ലല്ലോ, നമ്മൾ ജീവനുള്ളൊരു ജീവിയല്ലേ. പിന്നെ അത് ചർച്ച ചെയ്ത് നമ്മൾ പരസ്പരം ചർച്ച ചെയ്ത് പിന്നെ നമുക്കത് പ്രശ്നമാക്കുക. നമ്മൾ പിന്നെ പൊതുജനങ്ങളോട് പറയാം, നമ്മൾ സമൂഹത്തിനോട് പറയാം. സമൂഹം ഇത് കേട്ടിട്ട് ഒരു മറുപടി നമുക്ക് തരട്ടെ. തെരുവിലേക്ക് ഇറങ്ങുക, ആ മറുപടിക്ക് വേണ്ടി ഇറങ്ങേണ്ടി വരിക. കാരണം രാവിലെ 9:30 മണിയാകുമ്പോഴത്തേക്ക് വീട്ടിൻ്റെ അകത്തെ ഫുള്ള് പണിയും കഴിഞ്ഞ് കുട്ടികളെയും ഭർത്താവിനെയൊക്കെ പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ വീടും വൃത്തിയാക്കി ജോലിക്ക് പോവുക എന്നുള്ള, അത് കിട്ടിയ ബസ്സിൽ നിപ്പിൽ നിന്ന് പിന്നെ തൊഴിലിടത്തെത്തിയാൽ അതേ ഇതിൽ തന്നെ കണ്ണിൻ്റെ എമ്മ വട്ടാതെ, ഒന്നും വെള്ളം കുടിക്കാതെ, മൂത്രമൊഴിക്കാതെ, ഒന്നും ഇരിക്കാതെ,
ഒരു ഭക്ഷണം ഒരു സന്തോഷത്തിൽ കഴിക്കാൻ പറ്റാതെ ഒരു സംതൃപ്തിയിൽ കഴിക്കാൻ പറ്റുകയില്ല. നമ്മളെന്താ എന്തോ ഇതൊക്കെ നമ്മൾ അനുഭവിച്ചോളണം, നമ്മളിതൊക്കെ സഹിച്ചോളണം. നമുക്ക് എവിടെയെങ്കിലും ഒരു പോലെ ഇത്തിരി ചോറ് എടുത്തിട്ട് ചോറ് തിന്നോ തിന്ന് ഉച്ചഭക്ഷണത്തിൻ്റെ കഥ അതാ. പിന്നെ രാവിലെ എന്തെങ്കിലും ഒരു ചായ ഉണ്ടാവും, ഒരു 5 മിനിറ്റ് കൊണ്ട് വന്നോളണം. പിന്നെ വലിയ വലിയ കടയിലൊക്കെ ടോയ്ലറ്റ് പോകണമെങ്കിൽ അത് പഞ്ച് ചെയ്തിട്ടാണ് പോകേണ്ടത്. ഒരു മനുഷ്യനാണ്, ഒരു ജീവിയാണെന്നുള്ള പരിഗണന പോലും സ്ത്രീകൾക്ക് ഇല്ലായിരുന്നു. അത് ഞാൻ 3 സ്ഥലത്തും പറയുന്നുണ്ട്, കുടുംബത്തിലായാലും പൊതുയിടത്തായാലും തൊഴിലിടത്തായാലും. അപ്പം നമുക്ക് അത് അനീതിയാണല്ലോ. ഈ അനീതിക്കെതിരെ നമ്മൾ സഹിക്കുന്നത് ഇനി ശരിയല്ല എന്ന് തോന്നിയിട്ടാണ് മിഠായി തെരുവിൽ 2010 മൂത്രപ്പുര സമരം നടത്തുന്നത്. ആ സമരം പല രീതിയിൽ ഞങ്ങൾ സമരം നടത്തിയിട്ടുണ്ട്. ആ സമരത്തിന് ശേഷം നമുക്കും ഇത്തരം പ്രാഥമിക ആവശ്യത്തിനുള്ള അവകാശമുണ്ട് എന്ന് പൊതുസമൂഹവും മുതലാളിമാരായാലും അധികാരികളായാലും ഒക്കെ തിരിച്ചറിയുന്നു. അതിനുള്ള പരിഹാരം ബിൽഡിങ്ങിലായാലും പൊതുസ്ഥലത്തൊക്കെ ശൗചാലയം എന്ന വാക്കാലെ ശൗചാലയങ്ങൾ നിർമ്മിക്കുന്നു, പല രീതിയിൽ നിർമ്മിക്കുന്നുണ്ട്. എന്നാൽ അതോടുള്ളൊരു മാറ്റം സ്ത്രീകൾ, ഞങ്ങളും മനുഷ്യർ, ഈ സ്ത്രീ തൊഴിലാളികളൊക്കെ ഞങ്ങളും മനുഷ്യരാണ്, ഞങ്ങൾക്കും അവകാശങ്ങളുണ്ട്, ഞങ്ങൾക്ക് വെള്ളം കുടിക്കാനും മൂത്രമൊഴിക്കാനും അവകാശമാണ്, വീട്ടിൻ്റെ അകത്തും ഞങ്ങൾ ഒരു മനുഷ്യനാണ് എന്നൊക്കെയുള്ള രീതിയിൽ സ്ത്രീകളിങ്ങനെ, അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സന്തോഷം. അവർ തിരിച്ചറിയുക അവർ ഒന്നും അല്ലാത്ത ആളുകളല്ല, ഞങ്ങൾ തൊഴിലാളികളാണ്, സ്ത്രീകളാണ് എന്ന് ഇവർ തിരിച്ചറിയുകയാണ്. അതാണ് ആ സമരത്തിലെ ഏറ്റവും വലിയ വിജയം. അവർ വെള്ളം കുടിക്കുന്നു, അവർ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റുന്നു. അതാണ് മിഠായി തെരുവിൽ. പിന്നെ തൊഴിലാളികൾക്കൊക്കെ ഒരു അവകാശബോധമായി. പിന്നെ എല്ലാത്തിലും പിന്നെ എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഈ പെൺകൂട്ട്, മൂത്രപ്പുരയ്ക്ക് വേണ്ടി രൂപീകരിച്ച ഈ പെൺകൂട്ട് പിന്നെ തൊഴിലാളി പ്രശ്നങ്ങളിലേക്ക്, തൊഴിലവകാശത്തിനുമൊക്കെ ഓരോ ദിവസവും നമ്മളത് ഇറങ്ങി പ്രവർത്തിക്കേണ്ട ഒരവസ്ഥയാണ്. അന്നെനിക്ക് ടൈലർ ഷോപ്പാണ്. ആ ടൈലർ ഷോപ്പിൽ കട്ടിങ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനൊക്കെ ഫ്രീ ആണ്. ഞാനുള്ള സമയത്ത് പോയിട്ട് ഇത്തരം അനീതിക്കെതിരെ പൊരുതും. അപ്പോൾ ആ പൊരുതൽ സ്ത്രീ തൊഴിലാളികളുടെ തൊഴിലവകാശത്തിലുമൊക്കെ ഒരുപാട് മാറ്റങ്ങളുണ്ടായി. മിനിമം കൂലി വരെ ഇല്ലായിരുന്നു. നിങ്ങൾക്ക് എത്ര കൂലി എന്ന് ചേച്ചി, നിങ്ങളതൊക്കെ എത്ര കൂലി? അതൊരു ശനിയാഴ്ച തരുമ്പറിയാം, അല്ലെ മാസത്തിൽ തരുമ്പറിയാം. നമ്മളെ അധ്വാനത്തിൻ്റെ മൂല്യം നമ്മൾക്ക് തന്നെ ഒരു വിലയിരുത്തലൊന്നുമില്ല. എന്തെങ്കിലും തരും. അപ്പോൾ പഞ്ചസാര ഉണ്ടാകുമ്പം ചായപ്പൊടി ഉണ്ടാവില്ല, അതൊക്കെ വാങ്ങാം എന്ന രീതിയിലാണ്. അവർക്ക് അവരുടെ അധ്വാനത്തിൻ്റെ മൂല്യത്തെ കുറിച്ച് പോലും ചിന്തിക്കാനുള്ള ഒരവകാശമില്ലായിരുന്നു, അല്ല അതിന് ആവശ്യമില്ല എന്നുള്ളൊരു അവസ്ഥയിൽ. അത് പെൺകൂട്ടിൻ്റെ 2010 ഈ മൂത്രപ്പുര സമരത്തിൽ കൂടെ തൊഴിലാളി സ്ത്രീകളെ മനുഷ്യനായിട്ട് പരിഗണിക്കൂ, തൊഴിലാളിയായിട്ട് അംഗീകരിക്കൂ എന്നൊരു മുദ്രാവാക്യം വെച്ച് മിഠായി തെരുവിൽ നമ്മളവിടെ ഉണ്ടാവുക ചെയ്ത്. പിന്നീടുണ്ടാകുന്ന തൊഴിൽ പ്രശ്നമായാലും മനുഷ്യാവകാശ പ്രശ്നങ്ങളായാലും എല്ലാവരും എൻ്റെ ടൈലർ ഷോപ്പിലേക്കാണ് വരൽ. നമ്മൾ പറ്റുന്ന അത്രയും അന്നേരം അവിടെ ഉള്ള വെച്ചാൽ പറ്റുന്ന അത്രയും നമ്മൾ കാര്യങ്ങൾ ചെയ്യും. അങ്ങനെ ചെയ്ത് വരുമ്പം പിന്നെ കൂലിയിൽ പ്രശ്നം, തൊഴിലാളിയായിട്ട് രജിസ്റ്റർ ചെയ്യാത്ത പ്രശ്നം, എല്ലാം നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങളും ഓരോ ദിവസവും 2010 മുതൽ 2026 വരെ നമ്മളിപ്പോൾ ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞാൽ 2026 വരെ നമ്മളെ ഓരോ പ്രവർത്തനത്തിലും ഈ തൊഴിലാളികളെ, സ്ത്രീ തൊഴിലാളികളെ തൊഴിലാളിയായിട്ട് അംഗീകരിക്കും. മിനിമം കൂലി പിന്നെ സർക്കാർ ലേബറിൽ പറയുന്ന അത്ര കൊടുത്തില്ലെങ്കിലും പണ്ടൊരു 50 ദിവസം ഒരു 50 100 കിട്ടിയെങ്കിലായി. എത്രയാ ചേച്ചി പൈസ എന്ന് ചോദിക്കുമ്പോൾ, നിങ്ങളെ കൂലി എത്രയാ ചോദിക്കുമ്പോൾ അവർക്ക് തന്നെ അറിയില്ല. എന്നാൽ ഇപ്പോൾ അവർക്ക് അത്യാവശ്യം ബോധ്യമൊക്കെ ഉണ്ട് എന്താണ് കൂലി. പണ്ട് ആൺകുട്ടികളോടൊക്കെ പറയും, ആണുങ്ങളോടും ഒക്കെ പറയും, നിങ്ങൾക്ക് ഇത്ര കൂലി, ഇത്ര ചായ, ഇത്ര സമയത്ത് ചായ, ഇത്ര വിശ്രമം, ഇതൊക്കെ ആണുങ്ങളോട് പറയും. പക്ഷെ പെണ്ണുങ്ങളോട് പറയില്ല. അതെന്തുകൊണ്ട് എന്നുള്ളതാണ് എൻ്റെ മനസ്സിലെ ചോദ്യം.
പെണ്ണുങ്ങളും ആണുങ്ങളും തമ്മിൽ എന്താ എല്ലാം ഒരേ പണിയാക്കി എടുക്കുന്നുണ്ടാവുക. കൂലി 1/3 ഭാഗമായിരിക്കും. ഇന്ന് പകുതിയെങ്കിലും കൊടുക്കുന്നത്, ആണുങ്ങൾക്ക് കിട്ടുന്നതിൻ്റെ പകുതിയെങ്കിലും കിട്ടുന്നുണ്ട് എന്ന് എന്നൊരു സമാധാനം അത്ര. അതല്ല, മിനിമം കൂലി ആണ് പെണ്ണ് വ്യത്യാസമൊന്നുമില്ല, ഒരേപോലെ കൊടുക്കണം. എന്നാൽ ഈ മിഠായി തെരുവിലൊക്കെ പോലുള്ള ഷോപ്പുകളിൽ കൂലി കുറവാണ്, പെണ്ണുങ്ങൾക്ക് കൂലി കുറവാണ്. അതെന്താ, എടുക്കുന്ന ഒരേ പണി. വരുന്നത് ഒരു 9 മണിക്ക് 9:30 എത്തുമെങ്കിൽ ഒരു 10:15 മണിക്ക് എത്തുക. എൻ്റെ രാത്രി 9:30-10 മണിക്ക് പോവും. ഇവർ 7 മണി 7:30 മണിയാകുമ്പോൾ പോവും. അങ്ങനത്തെ വലിയ വ്യത്യാസമൊന്നുമില്ല ജോലിയിലും സമയത്തിലുമൊക്കെ. അപ്പോൾ അത്ര അനീതികൾക്കെതിരെ നമ്മൾ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അത് അന്നു മുതൽ ഇന്ന് വരെ ഞങ്ങൾക്കത് മാറ്റിവെക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഈ ലേബർ കോഡ് വന്നതിന് ശേഷം ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ കൂടുക ചെയ്യുന്നത്. ഒരു ആദ്യത്തെ ലേബർ അവകാശത്തെക്കുറിച്ചും ഇപ്പോഴത്തെ കോഡിലുണ്ടായ മാറ്റത്തെക്കുറിച്ചും ഒന്നും ഈ ജോലി എടുക്കുന്ന തൊഴിലാളികൾക്ക് ബോധ്യമില്ല എന്നുള്ളതാണ്. ഈ മൂത്രപ്പുര സമരവുമായിട്ട് മുമ്പോട്ട് ഈ ഒരു ആവശ്യം ഉടമകളുടെ മുമ്പിൽ വെക്കുന്ന സമയത്ത്, അതേപോലെ തന്നെ തൊഴിലാളി യൂണിയനുകളുടെ മുമ്പിൽ വെക്കുന്ന സമയത്ത് എന്തായിരുന്നു അവരുടെ പ്രതികരണം? അത് നമ്മൾ തൊഴിലാളി യൂണിയനുകളൊക്കെ സമീപിക്കുമ്പം അവരുങ്ങൾ മെമ്പർഷിപ്പ് എടുക്കുക, നമുക്ക് നോക്കാം, പരിഹരിക്കാം എന്നാ. അതിലൊക്കെ ഞാൻ അന്നത്തെ കാലം എന്താ യൂണിയനൊക്കെ ഇങ്ങനെയെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. നോക്കുമ്പം പുരുഷാധിപത്യമാണ് അത്. കാരണം ഇത് നേതൃത്വത്തിലൊക്കെ ഇരിക്കുന്നത് പുരുഷന്മാരായിരിക്കും. അവരോട് പോയിട്ട് ഞങ്ങൾക്ക് മൂത്രമൊഴിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്, ഞങ്ങൾക്ക് ഈ സൗകര്യം ഉണ്ടാവണം എന്ന് പറയുമ്പം അവരെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അവർക്കത് വലിയ വിഷയമല്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ പ്രശ്നമാവുക എന്നുള്ള രീതിയിൽ അവർക്ക് കാണാം. നമ്മളെ എന്ത് വിഷയവും നമ്മളെ ആവശ്യങ്ങളും കൂടി നോക്കിയിട്ടാണല്ലോ അതിൻ്റെ നമ്മളെ പരിഗണന ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഒരു പുരുഷനോട് ഞങ്ങൾക്ക് പ്രാഥമിക ആവശ്യത്തിന് സൗകര്യമില്ല, ഞങ്ങൾക്ക് മൂത്രപ്പുര വേണം എന്നൊക്കെ പറയുമ്പോൾ അവർക്കത് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. നിങ്ങൾ വെറുതെ ഇരിക്കുന്ന കുറേ സ്ത്രീകൾ വന്നിട്ട് ഇപ്പോൾ മൂത്രപ്പുര വേണമെന്ന് പറയുമ്പോൾ നേരം പോക്കാൻ വന്ന സ്ത്രീകളാണ്. മൂത്രപ്പുര വേണമെന്ന് പറഞ്ഞാൽ അതിപ്പോൾ മിഠായിത്തെല്ലാം പീടിയൊക്കെ പൊളിച്ചിട്ട് ടോയ്ലറ്റ് ആക്കാനൊന്നും പറ്റൂല എന്ന ലെവലിലാണ് ഇവർ കാണുന്നത്. അത് പുരുഷന്മാരുടെ നേതൃത്വം തന്നെയാണ് അത് വിഷയം. അവിടെ നേതൃത്വത്തിൽ 1-2 സ്ത്രീകളെങ്കിലും ഉണ്ടെങ്കിൽ അവർ പറയൂ, അത് ബുദ്ധിമുട്ടാണ്, മാസക്കുള്ളി എന്നൊരു പ്രശ്നമുണ്ട്, ആ സമയത്ത് നിർബന്ധമാണ് എന്ന് അവർ പറയും. ഇവർക്ക് എന്തറിയും, എന്ത് മാസക്കുള്ളി? അവരൊക്കെ അനുഭവിക്കുന്നില്ലല്ലോ, കാണുകയല്ലേ, കേൾക്കുകയല്ലേ. അപ്പോൾ അനുഭവമാണ് അതിൻ്റെ അകത്തുള്ള പ്രശ്നം എന്നാണ് എനിക്ക് മനസ്സിലായി. യൂണിയൻ്റെ മേലെ ഇരിക്കുന്ന നേതൃത്വമൊക്കെ ആണുങ്ങളായതുകൊണ്ടാണ് അതൊരു തൊഴിൽ പ്രശ്നമായിട്ട് ഫീൽ ചെയ്യാൻ നെവറായിട്ടൊരു കാണാനുള്ള കാരണം അതാണെന്നാണ് എനിക്ക് മനസ്സിലായത്. പിന്നെ നമ്മൾ ഇത് വിഷയമാക്കണം, ഇതൊരു പ്രധാന പ്രശ്നമാണ് എന്ന് പറഞ്ഞ് നമ്മൾ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായതിന് ശേഷം അവർക്ക് യൂട്രസ് പ്രശ്നം, മൂത്രത്തിൽ പഴുപ്പ്, ഇത്തരം കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷമാണ് ഇവർ വെള്ളം കുടിക്കാനും മൂത്രമൊഴിക്കാനും ഈ സൗകര്യം ഉണ്ടായതിന് ശേഷമാണ് അവർ വെള്ളം കുടിക്കുകയും മൂത്രമൊഴിക്കുകയും ചെയ്യുന്നത്. അല്ലെങ്കിൽ വെള്ളം കുടിക്കില്ല, മൂത്രമൊഴിക്കാൻ സൗകര്യമില്ലല്ലോ. അങ്ങനെ രോഗികളായിട്ട് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ മുമ്പ് ഇപ്പോൾ ഈ ബാത്റൂമൊക്കെ ഉണ്ടാവുന്നതിൻ്റെ മുമ്പ്, അവിടെ ബാത്റൂമൊക്കെ സെറ്റ് ചെയ്യുന്നതിൻ്റെ മുമ്പ് സമയത്തൊക്കെ ഈ സ്ത്രീകൾ എന്തെങ്കിലും ചെയ്യാം ഈ മൂത്രമൊഴിക്കാൻ പോകാനൊക്കെ? അവർ മൂത്രമൊഴിച്ച് പട്ടയിലാക്കി കുപ്പിയിലാക്കി വീട്ടിൽ കൊണ്ടുപോയിട്ട് അത് ഒഴിവാക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. പല കടകളിലും അങ്ങനെ പല സ്ത്രീകളും ചെയ്തിട്ടുണ്ട്. നിവൃത്തികേടല്ലേ, നമുക്ക് വിശപ്പ് വന്നാൽ പിടിച്ചു വെക്കാം, അതുപോലെയാണോ മൂത്രമൊഴിക്കണം തോന്നിയാൽ? അത് വല്ലാത്തൊരു അവസ്ഥയായിരുന്നു. കരയൊക്കെ ചെയ്തിട്ടുണ്ട് സ്ത്രീകൾ. പിന്നെ സ്ത്രീകൾ പൊതുവേ അങ്ങനെയല്ല, എന്ത് വിഷയങ്ങളുണ്ടെങ്കിലും സങ്കടമാണ് അവർക്ക് ആദ്യം മുന്നിൽ വരിക. പിന്നെ അത് വിഷയമായി കഴിഞ്ഞാൽ പിന്നെ അവർ വിടൂല്ല. കുറേ പേർക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. മൂത്രത്തിൽ പഴുപ്പൊക്കെ ഉണ്ടായിട്ട്, മൂത്രമൊഴിക്കാൻ സ്ഥലമില്ലായിട്ട് മൂത്രത്തിൽ പഴുപ്പൊക്കെ ഉണ്ടായിട്ടുണ്ട്. അയ്യോ, അതൊരു വിഷയമല്ല. അതാണ് പ്രശ്നം. മുതലാളിമാർക്കും പുരുഷന്മാരായിരിക്കും അധികം
അവർക്കതൊരു പ്രശ്നമായിട്ട് തോന്നില്ല. ഒരു തൊഴിലാളീനെ ജോലിക്ക് എടുക്കുമ്പോൾ ഇത്ര ഇതൊക്കെ സൗകര്യങ്ങളൊക്കെ ഒരുക്കേണ്ടത് ആ മുതലാളീൻ്റെ ഉത്തരവാദിത്തമാണ്. മുതലാളി ബിൽഡിങ്ങുകളോട് പറയണം, ഓരോ ഫ്ലോറിലും ലൈസൻസ് കൊടുക്കുമ്പോൾ ഓരോ ഫ്ലോറിലും ടോയ്ലറ്റ് ഉണ്ടാവണം. എന്തുകൊണ്ട്? അതിപ്പോൾ പെണ്ണുങ്ങൾ വെറുതെ ഇരിക്കുന്ന പെണ്ണുങ്ങളിപ്പോൾ പണിക്കൊന്നും വരില്ല എന്നുള്ള കണ്ടീഷനിൽ. പിന്നെ ഈ കുടുംബശ്രീയൊക്കെ വന്നതിന് ശേഷമാണ് പെണ്ണുങ്ങൾ എന്തെങ്കിലും 10 പൈസ ഉണ്ടാക്കണം, എൻ്റെ കുട്ടികൾക്ക് വേണ്ടി കുടുംബത്തിന് വേണ്ടി വേണം ഞാനും പോകേണ്ട അവസ്ഥ. കാരണം ഞങ്ങളുടെ ഇടയിലുള്ള തൊഴിലാളികളൊക്കെ കുടുംബത്തിൻ്റെ 100% ഉത്തരവാദിത്തം അവർക്ക് തന്നെയാണ്. കുട്ടികളെ കാര്യമായാലും കുടുംബത്തിൻ്റെ കാര്യമായാലും വീടുണ്ടാക്കുന്ന കാര്യമായാലും കല്യാണം കഴിച്ചവർക്കേണ്ട കാര്യമായാലും ഒക്കെ ഇവർക്കാണ് അതിൻ്റെ ഉത്തരവാദിത്തം. അപ്പോൾ അവരെന്ത് സഹിക്കുക എന്നുള്ളതാണ്. ജീവിച്ച് മരിക്കുന്നതിന് മുന്നേ എന്തൊക്കെയോ ഇവിടെ കാണിച്ച് മരിക്കണം. അപ്പോൾ അതിന് എന്തൊക്കെ സഹിക്കാൻ പറ്റുമോ അതൊക്കെ സഹിക്കുക. ഒരു കുട്ടീനെ കല്യാണം കഴിപ്പിക്കണേ അതിന് എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ട് അതൊക്കെ പെണ്ണുങ്ങളാണ് അപ്പോൾ ഉത്തരവാദിത്തം എടുക്കണേ. അപ്പോൾ മറ്റേ ആൾക്ക് വലിയ റിസ്ക് ഇല്ല. പണ്ടതല്ല, ഗൃഹനാഥൻ എന്ന് പറഞ്ഞാൽ ആണുങ്ങൾക്കാണ് ഫുള്ള് റിസ്ക്. അതോടാണ് ഇവർ മദ്യപിച്ച് വന്നിട്ട് അടിക്കുമ്പോൾ അടി കൊള്ളാൻ സ്ത്രീകൾ തയ്യാറായി നിൽക്കുന്നത്. ഗൃഹനാഥനാണല്ലോ, അവർ ഇതൊക്കെ അതിൻ്റെയൊക്കെ ടെൻഷനെ അടിച്ച് തീർക്കുകയും എന്ന രീതിയിൽ സഹിക്കുന്ന അവസ്ഥയിരുന്ന് നമ്മളെ ഈ തൊഴിലാളികളുടെ ഇടയിൽ. എൻ്റെ അമ്മയായാലും എൻ്റെ അമ്മൂമ്മയായാലും ഒക്കെ തൊഴിലാളിയായിരുന്നു. മിനിമം കൂലി എന്ന സംഭവം എൻ്റെ അമ്മയ്ക്കും അമ്മമ്മയ്ക്കും ഒന്നും കിട്ടിയില്ല. എന്തെങ്കിലും കൊടുക്കുക, ഭക്ഷണം കൊടുക്കുക, അത് വലിയ സംഭവം, അതാണ് മൂല്യം. അവരുടെ അധ്വാനത്തിൻ്റെ മൂല്യം അവർക്ക് എന്തെങ്കിലും ഭക്ഷണം കൊടുക്കുക. അത്രയ്ക്ക് ഒരു പൈസയൊന്നും കൊടുക്കാത്ത സാഹചര്യം ഇനി അന്നൊക്കെ എൻ്റെ അമ്മയും അമ്മമ്മയൊക്കെ അനുഭവിച്ചു. അത് പെണ്ണതിനെ കൊണ്ടാ. നേരെ മറിച്ച് അച്ഛന് എല്ലാതും ഉണ്ട്. അച്ഛൻ ഡ്രൈവറാണ്, അച്ഛനെ തൊഴിലാളിയായിട്ട് അംഗീകരിക്കുന്നു, അച്ഛന് വിനോദമുണ്ട്, അച്ഛന് വിശ്രമമുണ്ട്. എൻ്റെ അമ്മ തന്നെ എൻ്റെ വീടിൻ്റെ ഉത്തരവാദിത്തമൊക്കെ. മക്കൾ ഞങ്ങളെ കാര്യത്തിലായാലും ഞങ്ങൾ എന്താ പറയുക വീടിൻ്റെ കാര്യത്തിലായാലും ഞങ്ങളെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലായാലും ഞങ്ങളെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിലും ഞങ്ങളെ വസ്ത്രത്തിൻ്റെ കാര്യത്തിലും ഒക്കെ അമ്മ തന്നെയാണ്. അച്ഛൻ ജോലിക്ക് പോവും, വിനോദം കഴിഞ്ഞിട്ടേ വിനോദം വിശ്രമം കഴിഞ്ഞിട്ടേ ഞങ്ങളുള്ളൂ, കുട്ടികൾ കാര്യം കുടുംബമുള്ളൂ. അപ്പോൾ അത് അച്ഛനെ മാത്രമല്ല ഞാൻ കാണുന്നത്, ഞാൻ ചുറ്റും നോക്കുമ്പോൾ എല്ലാവരും അങ്ങനെ തന്നെയാണ്, അധികം ആൾക്കാരും ആ ഏരിയയിൽ. പിന്നെ എന്ത് ചെയ്യാനാ, നമ്മൾ പെണ്ണാണ്, നമ്മൾ മനുഷ്യരാണ്, നമ്മൾ സ്ത്രീയാണെങ്കിൽ നമുക്കും നമ്മളതായ അവകാശങ്ങളുള്ളത് പിന്നീട് അത് തിരിച്ചറിയണത്. അപ്പം പിന്നെ ഓരോ അനീതിക്കെതിരെയും നമ്മൾ പോരാടിക്കൊണ്ട് നേടിയെടുക്കുക ചെയ്യുന്നത്. അനീതിക്കൊരു നീതി ഉണ്ട്, ആ നീതി നമുക്കിലേക്ക് എത്തിക്കുന്നില്ല, നീ അതിന് അർഹയല്ല എന്നുള്ള രീതിയിൽ, നമുക്കതിനുള്ള അവകാശമില്ല രീതിയിലാണ് നമ്മളും. ഞാൻ കണ്ടുവെച്ചാൽ സ്ത്രീകളും പെണ്ണുങ്ങളും ആ തന്നെയാണ്. അതൊന്നും നമ്മൾ പെണ്ണായില്ലേ, നമ്മളത് സഹിക്കേണ്ടി വരും എന്ന രീതിയിൽ. നമ്മൾ പെണ്ണായാലും നമ്മൾ മനുഷ്യനാണ്, നമുക്കിതൊക്കെ അവകാശപ്പെട്ട കാര്യങ്ങളാണ് എന്ന് തിരിച്ചറിയാൻ ഇനിയും സ്ത്രീകൾ വൈകിയിട്ടുണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. ഈ ഒരു തിരിച്ചറിവെന്നാണ് പെൺകൂട്ടിൻ്റെ രൂപീകരണം അല്ലേ? ആണ്. നമ്മൾ ഈ പറയുന്ന കാര്യത്തിന് നമുക്ക് ഇത്ര ആവശ്യങ്ങളുണ്ട്, നമുക്ക് ഇങ്ങനെ സൗകര്യം ഉണ്ടാക്കി തരണമെന്ന് പറയുമ്പോൾ നിങ്ങൾ വെറുതെ ഇരിക്കുന്ന പെണ്ണുങ്ങൾ എന്ന രീതിയിൽ നമ്മളെ മനുഷ്യനായിട്ട് പോലും പരിഗണിക്കാതെ ഇരുന്നപ്പോഴാണ് ഞങ്ങളായിട്ട് പിന്നെ ഞങ്ങൾ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ രൂപീകരിച്ച സംഘടനയാണ് പെൺകൂട്ട്. 2010 അതുണ്ടാക്കി കൊണ്ടുവന്ന സമയത്ത് അവിടുത്തെ കട ഉടമകളുടെ ഒക്കെ ഭാഗത്തു നിന്നുള്ള സമീപനം എങ്ങനെയായിരുന്നു? അവർ ഭയങ്കര നിസ്സാരമായിട്ടാണ് കാണുന്നത്. ഈ ജിക്ക് വേറെ പണിയൊന്നുമില്ലേ, ഇവർ കുറച്ച് പണിയൊന്നും ഇല്ലാത്ത ആൾക്കാർ, ഇവർക്ക് വേറെ പണിയൊന്നുമില്ലേ, ഇവരെന്താ അത് എന്നൊക്കെ പറഞ്ഞിട്ട് നിസ്സാരമായിട്ടാണ് കണ്ടത്. പിന്നെ ഞങ്ങൾ പണി കൊടുക്കുമ്പോഴാണ് പിന്നെ നമ്മളടുത്തേക്ക് വരിക, നിങ്ങൾ ഇനി എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അതിന് നിങ്ങൾ പ്രശ്നമാക്കുന്നതിന് മുന്നേ നമ്മളോടൊക്കെ ഒന്ന് വന്ന് സംസാരിക്കണേ. ഞങ്ങൾ റെഡിയാ, നിങ്ങൾ അനീതി കാണിക്കാൻ മതിയല്ലോ, നിങ്ങൾ നീതി തിരിച്ചറിയാൻ അനീതി ഏതാണെന്നും നീതി ഏതാണെന്നും തിരിച്ചറിയാനുള്ള ബോധമൊക്കെ നിങ്ങൾക്ക് ഉണ്ടല്ലോ. ഒരു കച്ചവടം നടത്തണമെങ്കിലും അവിടെ തൊഴിലാളികളെ വെക്കണമെങ്കിൽ എന്തെല്ലാം നമ്മൾ പാലിക്കണം എന്നത് മനുഷ്യന്മാരല്ലേ എല്ലാവരും, അപ്പോൾ അതൊക്കെ തിരിച്ചറിയണം. പിന്നെ നമ്മൾ വലിയ ഇഷ്ടമൊക്കെ പരിഹരിക്കാൻ പറ്റാത്ത കാര്യമാണ് ഞങ്ങൾ നിങ്ങളോട് പറയാം. എന്നിട്ട് നിങ്ങൾക്കും പരിഹരിക്കാൻ പറ്റില്ലെങ്കിൽ ഞങ്ങൾ തെരുവിൽ വന്ന് മനുഷ്യരോട് പറയും. അങ്ങനെയാണ് പിന്നെ ഇപ്പം ആ ലെവലിലാണ് കാര്യങ്ങളൊക്കെ പോണത്. ഒരു സ്ഥലത്തും കോഴിക്കോട് നഗരത്തിൽ
ഇഷ്ടംമാതിരി സ്ഥാപനങ്ങളുണ്ട്. എന്നാൽ ഈ തൊഴിലാളികളൊക്കെ ഏറ്റവും കൂടുതൽ സ്ത്രീ തൊഴിലാളികൾ ഭീഷണിയിലാണ്. അവർ തൊഴിലാളി എന്ന രീതിയിലും സ്ത്രീ എന്ന രീതിയിലും പലതരത്തിലുള്ള ചൂഷണങ്ങളുണ്ട്. ഇപ്പം നമ്മളെ പിന്നെ ഈ അടുത്ത് ഈ നഗരത്തിലൊരു വലിയ കടയിൽ നിന്ന് സ്ത്രീകൾക്ക് മാത്രം ലെറ്റർ കൊടുത്ത് നോട്ടീസ് കൊടുക്കുക, നിങ്ങളെ പെർഫോമൻസ് പോരാ, അതുകൊണ്ട് നിങ്ങളെ ഞങ്ങൾ പണിയിൽ നിന്ന് മാറ്റുകയാണെന്ന് പറഞ്ഞിട്ട് അവർ നേരെ നമ്മളെടുത്ത് വന്ന് നമ്മൾ പറഞ്ഞു നിങ്ങൾ ലെറ്റർ എഴുതി തിരിച്ചു കൊടുക്കി, നിങ്ങളെ എന്താണ് പെർഫോമൻസ് പോരാ എന്നുള്ളത് ചോദിക്കി, നിങ്ങൾ കണ്ണിൻ്റെ ഇമ വെട്ടാതെ ഒരു ഇത്തിരി ഇരിക്കാതെ നിന്ന നിപ്പിൽ നിന്നുകൊണ്ട് ഒന്ന് പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും പോവാതെ വെള്ളം കുടിക്കാതെ മൂത്രമൊഴിക്കാതെ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ തിരിച്ച് മറുപടി ഇട്ട് കൊടുത്തപ്പോൾ അവർ പറയാണ് നിങ്ങളെ ഒന്ന് പറഞ്ഞെന്നല്ലേ ഉള്ളൂ, നിങ്ങളൊന്ന് ഉഷാറായാൽ മതി, വേറെ പ്രശ്നമില്ല എന്ന്. അത് പറയുന്ന നോട്ടീസിലൂടെയാണ്. ഇവർ ഈ പറയുന്ന മാതിരി തന്നെ സ്ത്രീ തൊഴിലാളികൾ ഞങ്ങൾ സ്ത്രീകളല്ലേ, ഞങ്ങളിതൊക്കെ സഹിക്കേണ്ട ആൾക്കാരായിരിക്കും എന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഒരു ഞങ്ങളടുത്ത് എത്തൂല. ഞങ്ങൾ അങ്ങനെ ഒരു ലെറ്റർ അവർക്ക് തിരിച്ച് കൊടുക്കൂല. അത് തിരിച്ച് കൊടുക്കാതാവുമ്പോൾ ഇവർ അടിമകളെ പോലെ ഒന്നിലേ കൂടുതൽ പണിയെടുപ്പിക്കും, കൂലി കുറഞ്ഞും കൊണ്ട് കൂടുതൽ പണിയെടുപ്പിക്കും. അതല്ലെങ്കിൽ ഇവരെ പിരിച്ചുവിടാൻ ഒന്നും കൊടുക്കാതെ പിരിച്ചുവിടാനൊക്കെ സാധ്യത ഉണ്ടായിരുന്നു. ഞങ്ങൾ ലെറ്റർ കൊടുത്തപ്പോൾ ഞങ്ങളെ ലെറ്റർ പേഡിൽ ലെറ്റർ കൊടുത്തപ്പോഴാണ് അവർ പറയുന്നത് ഞങ്ങൾ നിങ്ങളോടൊന്ന് എന്താ പറഞ്ഞത്, ഞങ്ങൾ നിങ്ങളെ ഒന്ന് പേടിപ്പിച്ചല്ലേ എന്തോന്ന് നിങ്ങൾ തന്നെ അവരുടെയായിട്ടാണ് പറഞ്ഞത്. അപ്പോൾ നടക്കൂല പറഞ്ഞേക്ക്, പേടിപ്പിക്കലൊന്നും നീ സ്ത്രീ തൊഴിലാളിയുടെ അടുത്ത് നടക്കൂല പറഞ്ഞേക്ക്. ഇവിടെ ഇഷ്ടംമാതിരി തൊഴിലാളി യൂണിയനൊക്കെ ഉണ്ട്, പക്ഷേ ഇവരൊക്കെ സ്ത്രീകളെ എന്തുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഞങ്ങൾ പെൺകൂട്ടി 2010 തുടങ്ങി 2013 ഞങ്ങൾ യൂണിയൻ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. കിട്ടിയത് 16. പക്ഷേ ഞങ്ങളത് രജിസ്റ്റർ ചെയ്യാൻ കൊടുത്താലും ഞങ്ങളെ സമരങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അതിന് മേലെ എന്ത് വന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ ഞങ്ങൾ ഫൈറ്റ് ചെയ്യുന്നുണ്ട്, നീതിക്ക് വേണ്ടി പൊരുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ മൂത്രപ്പുര സമരത്തോട് കോഴിക്കോട് കോർപ്പറേഷൻ്റെ പ്രതികരണം എങ്ങനെയായിരുന്നു? കോർപ്പറേഷനും, അതായത് കോർപ്പറേഷൻ എന്ന് പറയുന്നത് കോർപ്പറേഷനിലും മനുഷ്യന്മാരാണല്ലോ ഈ അധികാരത്തിലൊക്കെ ഇരിക്കുന്നത്. അവർ ഈ മനുഷ്യന്മാർ കാണുന്ന കാഴ്ചപ്പാടാണ്, അവർ പ്രത്യേകിച്ച് വേറെ കാഴ്ചപ്പാടൊന്നുമില്ല. അവരും സ്ത്രീകളെ കാണുന്നത് കുറച്ച് വ്യത്യസ്ത രീതിയിലാണെങ്കിൽ ആ കോർപ്പറേഷൻ്റെ ഭാഗത്തുള്ള ആൾക്കാരടുത്ത് യൂണിയനൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ യൂണിയൻ്റെ നേതൃത്വത്തിൽ ഇരിക്കുന്നതൊക്കെ പുരുഷന്മാരായിരുന്നു. അപ്പോൾ അവർ അതിലൊരാളേക്കും കോർപ്പറേഷനിലൊക്കെ ഉണ്ടായിരിക്കുക. അപ്പോൾ അവർക്കും കാഴ്ചപ്പാടിന് വലിയ വ്യത്യാസമൊന്നും ഉണ്ടായില്ല. അവരും ഇപ്പോൾ എന്ത് ചെയ്യുക, എന്താ ഇപ്പോൾ ഇതിന് പരിഹാരം എന്നുള്ള രീതിയിൽ അവരും ചർച്ചകൾ ചെയ്തിട്ടുണ്ടാവാം. പക്ഷേ ആ സമരത്തിന് ശേഷം കോർപ്പറേഷൻ കുറേ മൂത്രപ്പുരകൾ ഇഷ്ടംമാതിരി ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അവിടെയാണ് പ്രശ്നം. ഞങ്ങളോട് പലരും അയ്യോ മൂത്രപ്പുര വൃത്തിയില്ല അങ്ങനെ എന്നൊക്കെ പറയുമ്പോൾ അതിനൊരു സമരം നടത്താൻ പറ്റൂല. അതത് കടക്കാർ അതത് ബിൽഡിംഗ് ഓണേഴ്സിന് കൊണ്ട് വാടക കൊടുക്കുമ്പോൾ ചെയ്യിക്കണം, വൃത്തിയാക്കണം. വൃത്തിയിൽ കൊണ്ടുനടക്കാൻ ഞങ്ങളെല്ലാം കൂട്ടായ്മ എല്ലാവരും കൂടി ഒന്നായി നിൽക്കണം. തൊഴിലുടമ, പിന്നെ കട ഉടമ, പിന്നെ തൊഴിലാളികൾ എല്ലാവരും ഒന്നായി നിന്നിട്ട് അത് വൃത്തിയാക്കി മുന്നോട്ട് കൊണ്ടുപോകണം. അത് വൃത്തിയാക്കണം എന്നിട്ട് ഞങ്ങൾക്കൊരു സമരം നടത്താനൊന്നും പറ്റില്ല. അത് ഈ മനുഷ്യരെ ഉത്തരവാദിത്വം തന്നെയാണ്. മുതലാളിയാണോ തൊഴിലാളിയാണോ പിന്നെ എന്താ പറയുക ബിൽഡിംഗ് ഓണറാണോ ഒക്കെ എല്ലാവരും കൂട്ടത്തോടെ നിന്നുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന ബിൽഡിങ്ങും ടോയ്ലറ്റും ഒക്കെ തന്നെ വൃത്തി കൊണ്ടു നടക്കേണ്ട ഉത്തരവാദിത്വം മനുഷ്യന്മാരുതാണ്. അവിടുത്തെ മുതലാളീൻ്റെയും തൊഴിലാളീൻ്റെയും എല്ലാവരും ഉത്തരവാദിത്തം. അതങ്ങനെ കൊണ്ടു നടക്കുക. ഞങ്ങൾ വൃത്തിയാക്കണം തന്നെ സമരം ചെയ്യാനൊന്നും പറ്റില്ല. മൂത്രപ്പുര ഇഷ്ടംമാതിരി വന്നിട്ടുണ്ട്, പക്ഷെ അത് ഉപയോഗിക്കുന്നത് വളരെ വൃത്തികേടായിട്ടാണ്. എന്നിട്ട് എവിടെയെങ്കിലും വൃത്തിയിൽ നടത്തുന്ന എവിടെയെങ്കിലും ബാത്റൂം ഉണ്ടെങ്കിൽ അവിടെ ഇടിച്ച് കയറിപ്പോയിട്ട് അതുകൂടി കേടാക്കുക. അങ്ങനെയൊക്കെയാണ് മനുഷ്യർ ചിന്തിക്കുന്നത്. അതല്ലല്ലോ ശരി. ജീവിച്ചു പോകണമെങ്കിൽ കുറച്ച് ഉത്തരവാദിത്വം, കുറച്ച് ത്യാഗമൊക്കെ സഹിക്കേണ്ടി വരും. തയ്യാറാവണം. വളരെ കുറച്ചല്ലേ നമ്മളിവിടെ ജീവിക്കുകയുള്ളൂ. അത് വളരെ വൃത്തിയിലും സന്തോഷത്തിലും സമാധാനത്തിലും ഒക്കെ പോകണം. അതിനുവേണ്ടി നമ്മളൊക്കെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ചെയ്യണം. ഈ ഇരിപ്പ് സമരം അത് സംസ്ഥാനത്തിൻ്റെ
എല്ലാ ഭാഗങ്ങളിലേക്കും വ്യാപിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാർ നിയമം ഭേദഗതി വരുത്തിയിട്ട് സ്ത്രീകൾക്ക്, തൊഴിലാളികൾക്ക് ഇരിക്കാനുള്ള അവകാശം നിയമമാക്കുകയും ചെയ്തല്ലോ. അതിൻ്റെ നേതൃത്വം കൊടുത്തത് ചേച്ചിയാണ്. അതിനെക്കുറിച്ചൊന്ന് പറയാം. മൂത്രപ്പുര സമരം കഴിഞ്ഞതിൻ്റെ ശേഷം നഗരത്തിൽ എന്ത് തൊഴിൽ വിരുദ്ധത തൊഴിലാളികളോട് കാണിക്കുമ്പം പിന്നീട് ഇവരൊക്കെ തന്നെ ഇത് അനുഭവിച്ചുകൊണ്ട് ഞങ്ങളടുത്തേക്ക് ഡേ ടു ഡേ വന്നുകൊണ്ടിരിക്കുക, അന്ന് മുതൽ ഇന്ന് വരെ. അപ്പോൾ അത്തരം പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് മിഠായി തെരുവെന്ന് സ്ത്രീകൾ ജോലി കഴിഞ്ഞ് പോകുമ്പോൾ ഞാൻ ഉണ്ടായിരുന്നു മിഠായി തെരുവിൽ. അപ്പോൾ ഞാൻ ഷോപ്പിൽ നിന്ന് പുറത്തേക്ക് വന്നതാണ് എന്തോ ആവശ്യത്തിന്. അപ്പോൾ പറഞ്ഞു, വിജയിച്ചി മൂത്രം വയ്ക്കാൻ എന്തായാലും ഒരു അവകാശമായി. സാരി ഇങ്ങനെ പൊന്തിച്ചിട്ട് ഇത് കണ്ടോ കാല് ഇരിക്കാനും കൂടി പറ്റുക. കസ്റ്റമേഴ്സ് ഇല്ലെങ്കിലും ഇരിക്കാൻ പറ്റില്ല. ഇരിക്കാനും കൂടി കഴിഞ്ഞാൽ വലിയ കാര്യമാണ് തന്നെ. അപ്പോൾ അവൾ സാരി പൊന്തിച്ചിങ്ങനെ കാണിക്കുമ്പോൾ ചുരുണ്ട് കിടക്കുന്നത് എന്ത് ഞരമ്പ് നീല കളറിൽ. അപ്പോൾ ഞാൻ സാരില്ല, നമുക്ക് പരിഹരിക്കാൻ നോക്കാം. സങ്കടത്തിലാണ് അത് കാണിച്ചു തരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ് വെരിക്കോസാണ്, അത് ഞാൻ അന്ന് അറിയുന്നില്ല. അപ്പോൾ ഞങ്ങൾ എല്ലാവരോടും സംസാരിക്കും, പലർക്കും ഉണ്ട് അത്. നിൽക്കുന്ന ഈ ടെക്സ്റ്റൈൽ മേഖലയിലെ തൊഴിലാളികൾക്കൊക്കെ ഉണ്ട് അത്, ആൺപെണ്ണില്ലാതെ വ്യത്യാസമില്ലാതെ ഉണ്ട്. അപ്പോൾ ഇതൊരു ആരോഗ്യ പ്രശ്നമല്ലേ, ഇരിക്കാൻ പറ്റാത്ത. അപ്പം ഞങ്ങൾ ചോദിക്കുക എന്താ നിങ്ങൾ ഇരിക്കാൻ പറ്റാത്തത്? അപ്പോഴാണ് കൂപ്പൺ മാളിൽ മിഠായി കോഴിക്കോട് എരഞ്ഞിപ്പാലത്ത് കൂപ്പൺ മാളിൽ ഒരു പ്രശ്നമായിട്ട്, ഞാൻ അന്ന് വോഡഫോണിലാണ് വർക്ക് ചെയ്യുന്നത്. ടൈലറിങ്ങും ചെയ്യും, പിന്നെ രാവിലെയും ഉച്ചക്കുമായിട്ട് ഓരോ മണിക്കൂർ ഞാൻ വോഡഫോണിൽ ക്യാഫ് കളക്ട് ചെയ്യാനൊക്കെ പോകും, വണ്ടി ഓട്ടുന്നതുകൊണ്ട്. അപ്പോൾ ഞാൻ അത് ഈ കൂപ്പൺ മാളിൻ്റെ അടുത്താണ് അതിൻ്റെ ഹെഡ് ഓഫീസ്. അപ്പം ഞാനത് പോകുമ്പോൾ ഞാൻ ദിവസം കാണുമ്പോൾ പറഞ്ഞു, വിജയിച്ചി നിങ്ങൾ അപ്പോഴത്തേ ഇവർക്കൊക്കെ വിവരം കിട്ടിയിട്ടുണ്ട്, നമുക്ക് കൂട്ടായി ചർച്ച ചെയ്താൽ എന്തെങ്കിലും പരിഹാരം ഉണ്ടാവും എന്നൊക്കെ ഒരു പ്രതീക്ഷയൊക്കെ ഇവർ വന്ന് എന്നോട് ഇതുപോലെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്ക് പ്രശ്നമാക്കാം, ചിലവർ ആ കൂപ്പൺ മാൾ അടയ്ക്കുക. എന്നാൽ എത്രയോ കൊല്ലങ്ങളായിട്ട് 30-35 കൊല്ലമായിട്ട് അവിടെ കൂപ്പൺ മാൾ ജോലി ചെയ്യുന്ന ബാക്കി തൊഴിലാളികൾക്ക് ഒന്നും ഒരു മറുപടിയും ഇല്ലാതെ ആ സമയത്തെ ബോൺസ്, ആ സമയത്ത് ഓണത്തിൻ്റെ ബോൺസ് കൊടുത്തില്ല, പിന്നെ PF, ഇതൊക്കെ ഈ മാനേജ്മെൻറ്റിൻ്റെ കയ്യിൽ തന്നെയാണ് കെട്ടിക്കിടക്കുന്നത്. ഓരോ കെയർ ഓഫിലുള്ള PF ഓഫീസിലൊക്കെയാണ് കിടക്കുന്നത്, അല്ലാതെ നിലവിൽ സർക്കാരിൻ്റെ അവിടെ PF ഓഫീസിലല്ല ഉള്ളത്. അപ്പോൾ ഇവരെ പിരിച്ചു വിടുമ്പോൾ ഇവരോട് പറയുക, ഇവർക്ക് കൊടുക്കാനുള്ള ആനുകൂല്യമോ ശമ്പളമോ ഒന്നും കൊടുക്കുന്നില്ല, ഒരു മൂട്ടുകയാണ്. അപ്പോൾ ഇവർ ഞാൻ വന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ മാനേജറെ പോയി കണ്ട്, ഒരു ആന്ധ്രക്കാരനെ മാനേജറെ കണ്ട് കാര്യം പറഞ്ഞപ്പോൾ അതൊക്കെ ഒരു ഏജൻസി പറഞ്ഞോളൂ. അന്ന് ഏതോ ഒരു ഏജൻസിയാണ്, ഡീക്കോ അങ്ങനെ എന്തോ സംഭവം. അപ്പോൾ അവർ പറഞ്ഞോളൂ എന്നൊക്കെ. അവരാരാ എന്താണെന്നൊക്കെ ചോദിച്ചപ്പോൾ ഇയാൾ ഫോൺ നമ്പറൊക്കെ തന്ന് ഞങ്ങൾ ഓരോ വരുത്തി. ഞങ്ങൾ ജോലി ചെയ്യിപ്പിക്കുന്നത് ഈ മാനേജറാണ്, കൂപ്പൺ മാളിൻ്റെ മാനേജ്മെൻറ്റാണ് ജോലി ചെയ്യിപ്പിക്കുന്നത്. ഇവർ തൊഴിലാളികളെ കൊടുത്തു എന്നൊരു സംഭവം മാത്രമേ ഉള്ളൂ. അപ്പോൾ അപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം ഇവർക്കല്ല എന്ന ശമ്പളം കൊടുക്കുന്ന ഇവരാണ്, പണിയെടുപ്പിക്കുന്ന ഇവരാണ്. അപ്പോൾ അത് നിങ്ങൾക്കാണ് ഉത്തരവാദിത്വം എന്ന് ഞങ്ങൾ പറഞ്ഞ് ഉറപ്പിച്ച്, അങ്ങനെ എന്താ പറയുക, അങ്ങനെ പറഞ്ഞ് ഇവർ അവസാനം മാനേജ്മെൻറ്റ് 4 ദിവസമായിട്ടും വരുന്നില്ല. ഒരാഴ്ച ഞങ്ങൾ 28-ാം തീയതി മാസാവസാനം ഒഴിവാക്കുകയാണ്. 28-ാം തീയതി ഒക്കെ ആയിട്ട് ഞങ്ങളോട് പറയണേ. ഞങ്ങളത് പിന്നെ 28, 29, 30 ആയിട്ട് ഇങ്ങനെ ഇതിന് പരിഹാരം കാണാനുള്ള ഓരോ വഴികൾ ആലോചിച്ച് ഇവിടുത്തെ മാനേജറുമായിട്ട് സംസാരിക്കുകയാണ്. ഒരു പരിഹാരവും ഇല്ല, ഒരു പരിഗണനയും ഇല്ല. അപ്പം പിന്നെ ഞങ്ങൾ കൂപ്പൺ മാൾ ഷോപ്പ് അടയ്ക്കാൻ സമ്മതിച്ചില്ല. ഇനി നിങ്ങൾ അടച്ചാൽ ഒരു രാത്രിയോട് ഒരു സാധനമൊക്കെ എടുത്ത് മാറ്റി ഒരു വീട്ടിൽ പോയി എന്ന് പറഞ്ഞാൽ നമ്മൾ മേലോട്ടക്കണം. അപ്പോൾ അത് പറ്റില്ല. അപ്പം നമുക്ക് ഇനി ജോലി കഴിഞ്ഞ് ഞങ്ങളാരും വീട്ടിൽ പോകണ്ട, ഈ തീരുമാനമാക്കിയിട്ട് വീട്ടിൽ പോവാം എന്നൊരു തീരുമാനം എടുത്ത് ഞങ്ങൾ തൊഴിലാളികളൊക്കെ അവിടെ നിന്ന് 22 ഒരു രാവിലെയും പകലും ഒക്കെ, രാവിലെയും രാത്രിയും ഒക്കെ അവിടെ ഇരിക്കുക, പകലും രാത്രിയൊക്കെ അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ഒരു ദിവസം ഞങ്ങളെല്ലാവരും ഫസ്റ്റ് ഡേ
നമ്മളിങ്ങനെ ഇരുന്ന് ഇതിന് തീരുമാനമാക്കണ്ടേന്ന് മാനേജരോട് ചോദിക്കുമ്പം മാനേജർ പറഞ്ഞ് ഞാൻ വിവരം അറിയിച്ചിട്ടുണ്ട്, ഒന്നും ഒരു പറഞ്ഞില്ല. അപ്പം ഞങ്ങൾ നിങ്ങളും പോകണ്ട കേട്ടോ, നമുക്ക് എല്ലാവർക്കും ഇവിടെ ഇരിക്കുക, ഇതിന് തീരുമാനം എടുത്തിട്ട് പോവാം എന്ന് പറഞ്ഞ് മാനേജരും ഞങ്ങളും ഒക്കെ അവിടെ ഇരിക്കുക. ഞങ്ങൾ യൂണിയൻ MTൻ്റെ പേരിൽ ഇവരും ഒക്കെ ഇരിക്കുക, തൊഴിലാളികളും ഇരിക്കുക. വൈകുന്നേരമായപ്പോൾ സ്ത്രീകളായ തൊഴിലാളികൾ പറഞ്ഞ് ഞങ്ങൾക്ക് പോകണം വീട്ടിലേക്ക്, കുടുംബം വിട്ട് കളിക്കാൻ പറ്റില്ല. അപ്പോൾ ഭർത്താവ് പ്രശ്നം ഉണ്ടാക്കും, അമ്മായിമ്മ പ്രശ്നം ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞ് ഇവർക്ക് വിഷയമായി. ഇവർക്ക് സമരം ചെയ്യാനുള്ള യാതൊരു അവകാശം ഈ സ്ത്രീകൾക്കില്ല. ശമ്പളമോ പിന്നെ PF എത്രയോ ലക്ഷക്കണക്കിന് കിട്ടാണ്ട് അതൊന്നും കിട്ടിയില്ലെങ്കിലും വേണ്ടിയില്ല, നീ ഇങ്ങോട്ട് വരി എന്നുള്ള രീതിയിലാണ്. ഒരു അധ്വാനത്തിൻ്റെ മൂല്യമൊന്നും തിരിച്ച് കിട്ടിയില്ലെങ്കിൽ സാരമില്ല, ഇങ്ങോട്ട് പോരേ, കുടുംബത്തിലേക്ക് പോരേ, അതൊക്കെ ഒഴിവാക്ക്, അതിനൊന്നും ഒരു തരത്തിലും വാല്യൂ ഞങ്ങൾ കൊടുക്കുന്നില്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അത്രയും കൊല്ലം അധ്വാനിച്ചിട്ട്. അപ്പോൾ അങ്ങനെ ഒരു ഇവിടെ എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടുകാരൊക്കെ ഇപ്പോൾ കിട്ടിയില്ലേ വേണ്ട എന്നുള്ള രീതിയിൽ, അതിൻ്റെ അധ്വാനം അതിനെ കൊണ്ടാണ്, ഞാനൊരു സ്ത്രീ ആയതുകൊണ്ടല്ലേ അത് അവരെ കൊണ്ട് അങ്ങനെ ഞങ്ങൾ തിരിച്ചറിയിച്ചതാ. നിങ്ങൾ സ്ത്രീ നേരെ മറിച്ച് അവളുടെ 18 സ്ത്രീകളും 13 പുരുഷന്മാരോ 12 പുരുഷന്മാരോ ഒറ്റ ഉള്ളത്. പുരുഷന്മാർക്ക് അത് വേണം, ഒരു അധ്വാനത്തിൻ്റെ മൂല്യമൊക്കെ തിരിച്ച് കിട്ടണം, അത് ഏതറ്റം വരെ പോകാൻ പറ്റുമെങ്കിൽ അവർ പോവും, അവർ തയ്യാറാവുമ്പോൾ അവരൊക്കെ സമരം ചെയ്യാൻ തയ്യാറാണ്, അവരെ ആരും തടയൂല. എന്നാൽ ഈ സ്ത്രീകളെ തടയുന്നുണ്ട് വീട്ടിൻ്റെ അകത്ത്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു നിങ്ങൾ കാര്യം പോയി പറയണം, പറഞ്ഞിട്ട് ഇതിൻ്റെ എല്ലാ വശവും പറഞ്ഞ് അവരെ മനസ്സിലാക്കണം. ഇത്രയും കൊല്ലങ്ങൾ അധ്വാനിച്ച അധ്വാനത്തിൻ്റെ മൂല്യമാണ് അവിടെ ഒരു പിടിച്ചു വച്ചിരിക്കുന്നത്, അത് തിരിച്ച് വാങ്ങണം എന്ന്, അത് നിങ്ങൾക്ക് പിടിച്ച് വാങ്ങണം എന്ന് നിങ്ങൾക്ക് പറയേണ്ടി വരുന്നത് നിങ്ങളൊരു സ്ത്രീ ആയതുകൊണ്ടാണ്. നേരെ മറിച്ച് പുരുഷന്മാർക്കൊന്നും അത് പറയേണ്ട ആവശ്യമില്ലേ, വീട്ടിൽ പോയിട്ട് ഞാൻ എനിക്ക് പൈസ ഇട്ടാണ്ട് അത് അവിടെ കമ്പനി കുടുങ്ങി എടുക്കാൻ വാങ്ങണം എന്ന് മാത്രമേ ഇവർക്ക് പറയേണ്ടുള്ളൂ. സ്ത്രീ ആയതുകൊണ്ട് നിങ്ങൾ കുറേ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്, ബോധ്യപ്പെടുത്തിയിട്ട് അത് ഈ നിങ്ങളെ അധ്വാനത്തിൻ്റെ മൂല്യം നിങ്ങൾ തിരിച്ച് വാങ്ങണം എന്ന് പറഞ്ഞിട്ട് അവരെ നിർബന്ധപൂർവ്വം നമ്മൾ ഈ സമരത്തിലേക്ക് ഇറക്കുക ചെയ്ത്. കാരണം ഇവർ വൈകുന്നേരം പോയപ്പോൾ വീട്ടിൽ പോയിട്ട് ഞങ്ങൾ പറഞ്ഞ ഈ കാര്യം ബോധ്യപ്പെടുത്തി വീട്ടിൽ പോയിട്ട്, നമ്മൾ പെണ്ണുങ്ങളതിനെ കൊണ്ടല്ലേ നിങ്ങൾ വിടാത്തേ എന്ന്. ഞാൻ കുടുംബം നോക്കാൻ തന്നെയാണ് ഞങ്ങളും ജോലിക്ക് പോയത്. ഈ പൈസ 10 പൈസ ഞങ്ങൾ പുറത്ത് കൊടുത്തില്ല. അപ്പോൾ ഈ പൈസയിൽ കുറേ മുതലാളി പിടിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ കിട്ടിയ പൈസ മുഴുവൻ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ചിലവാക്കിയത്. അപ്പോൾ അതുകൊണ്ട് ഇനി കിട്ടാനുള്ള പൈസയും വാങ്ങണം, ഞങ്ങൾ അധ്വാനത്തിൻ്റെ മൂല്യമാണ് വാങ്ങണം എന്ന് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഒരു ഭർത്താവിനെയും കൂട്ടിയിട്ട് വന്ന് സമരത്തിലേക്ക് വീട്ടിൻ്റെ അകത്തുള്ള ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരെ കൂട്ടി വരിക. പിന്നെ അവർ വന്ന് നോക്കിയപ്പോൾ അവർക്കും ബോധ്യമായി. അപ്പോൾ പിന്നെ ഒരു ദിവസം കൂട്ടി വന്ന ഒരു ദിവസം ഒരു കുറേ സമയം വരെ കൂടെ സമരത്തിനിരുന്നു. പിന്നീട് പിന്നെ ഓരെന്നെ സമരത്തിലിരുന്നു. ആ സമരത്തിൽ കൂടെയൊക്കെ ഇവർ തിരിച്ചറിയുക ഇവരെ അവകാശങ്ങളെക്കുറിച്ചൊക്കെ. ആ സമരത്തിലാണ് ഞങ്ങൾ ഇരിക്കൽ സമരം കാണാൻ വെച്ചാൽ ഇരിക്കാനൊരു ഇരിപ്പിടില്ല. അവിടെ അത്രയും 10-30 തൊഴിലാളികൾ ജോലി ചെയ്യുന്നുണ്ട്, അവിടെ ഇരിക്കാനൊരു ഇരിപ്പിടില്ല തൊഴിലാളികൾക്ക്. അതെന്താ ഇങ്ങനെ, ഞങ്ങൾ പോയിട്ട് ഇരിക്കാൻ കഴിയില്ല. കുറച്ച് സോഫ 1-2 സോഫയൊക്കെ ഉണ്ട്, അത് കസ്റ്റമറിന് ഇരിക്കാനുള്ള. അത് നിങ്ങൾക്ക് ഇപ്പം ഈ മേഖലയിൽ അങ്ങനെയാണ്, ഒരൊറ്റ ഷോപ്പിലും ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ അത് വലിയ അനീതിയല്ലേ. അങ്ങനെയാണ് ഞങ്ങൾ അന്വേഷണം നടത്തുകയും അതിനെക്കുറിച്ച് പഠിക്കുകയൊക്കെ ചെയ്തപ്പോൾ ഇതും സ്ത്രീകളെ ആരോഗ്യ പ്രശ്നമാണ്, തൊഴിലാളികളെ ആരോഗ്യ പ്രശ്നമാണ്, സ്ത്രീകളെ എന്ന് പറയണ്ട. ആ നിന്ന നിപ്പിൽ പുരുഷനായാലും സ്ത്രീ ആയാലും ഈ ആരോഗ്യ പ്രശ്നമുണ്ട്. പക്ഷേ പുരുഷന്മാർക്കുള്ള ഒരു ഗുണം എന്താ വെച്ചാൽ അവിടെ പിന്നെ ചായ കുടിക്കുകയാണെങ്കിൽ അവർക്കൊരു ചാക്കിൻ്റെ മേലൊക്കെ ഇരിക്കുക. പിന്നെ ഒന്ന് സിസർ വലിക്കണം എന്ന് പറഞ്ഞാൽ അവർക്ക് പുറത്ത് പോയി സിസർ വലിക്കുക, അതൊന്ന് വലിച്ചാൽ തീവ്രതാവില്ലേ. പിന്നെ പള്ളിയിൽ പോകണമെങ്കിൽ പോവാം, അത്ര ആനുകൂല്യങ്ങളൊക്കെ ഇവർക്കുണ്ട്. പിന്നെ ആ തരത്തിൽ ഒരുപാട് പുരുഷന്മാരാണെങ്കിൽ ഒരു സെക്കൻഡ് പോയിട്ട് പോരാൻ അവർക്ക് അവകാശബോധമുണ്ട്. ഞാൻ മനസ്സിലാക്കിയത് പുരുഷ തൊഴിലാളികൾക്ക് അവകാശബോധമുണ്ട്, സ്ത്രീകൾക്ക്
അവകാശബോധമില്ല, സഹനത്തിൻ്റെ ബോധമാണ്. ഇതൊക്കെ ഞങ്ങൾ പെണ്ണായതുകൊണ്ട് അല്ലെ സ്ത്രീ ആയതുകൊണ്ട് സഹിക്കാം. നമ്മൾ ഇനി ഇത് പ്രശ്നമാക്കിയിട്ട് അത് പ്രശ്നമാവണ്ട. എല്ലാ സ്ഥലത്തും സമാധാനം ഉണ്ടാക്കുന്നുണ്ട്. നമ്മളിതൊക്കെ സഹിച്ചിട്ട് വേണം സമാധാനം ഉണ്ടാക്കുന്നുണ്ട്. വീട്ടിലായാലും തൊഴിലെടുത്തായാലും പൊതു എടുത്തായാലും നമ്മളിതൊക്കെ സഹിച്ചിട്ട് വേണം സമാധാനം ഉണ്ടാക്കാൻ. പുരുഷന്മാർ ഒരു അവകാശമാണ് സമാധാനം ഞങ്ങൾക്ക് ഉണ്ടാക്കണം, ഞങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്നാണ്. ആ രീതിയിലുള്ളൊരു പ്രശ്നങ്ങളായിരുന്നു ഇരിക്കൽ സമരത്തിലായാലും മൂത്രപ്പുര സമരത്തിലായാലും. പിന്നെ ഞങ്ങൾക്കത് സമരമായി. ആ സമരം വിജയിച്ച് അവരൊക്കെ എല്ലാ ആനുകൂല്യവും കൊടുത്ത് അവരെ എല്ലാ പൈസയും ചെക്കിൽ എഴുതി കൊടുത്ത് പൈസയൊക്കെ കിട്ടി, അവർക്ക് കിട്ടി. പിന്നെ ചെക്ക് എഴുതി കൊടുത്തപ്പോൾ ഞങ്ങളെ പണി കഴിഞ്ഞ്, ഞങ്ങളെ പിന്നെ ഇടപെടൽ കഴിഞ്ഞ്. പിന്നെ അവർ പല ഷോപ്പിലേക്ക് ഓരോ ഷോപ്പിലേക്ക് ഇവർ പോയി. അവരൊക്കെ ഞങ്ങൾ വിളിച്ചു നോക്കുമ്പോൾ എല്ലാ ഷോപ്പിലും ഇതന്നെ അവസ്ഥ. നോക്കുമ്പോൾ കേരളം ഒട്ടുക്കും അങ്ങനെയാണ് ടെക്സ്റ്റൈൽ മേഖലയിൽ. ഇനി ലോകം ഒട്ടുക്കും അങ്ങനെയാണ് നമ്മൾ നോക്കിയില്ല. അപ്പോൾ ഇതൊക്കെ അനീതി, മനുഷ്യരോടുള്ള അനീതിയാണ്. അത് പരിഹരിച്ചേ പറ്റുള്ളൂ എന്ന രീതിയിൽ ഞങ്ങൾ പിന്നെ അതിനു വേണ്ടിയുള്ള ശ്രമമായി. ഞങ്ങൾ മുതലാളിമാരോട് പറയുമ്പോഴായാലും ലേബറിൽ പറയുമ്പോഴായാലും ഇതിൻ്റെ അധികാരികളോട് പറയുമ്പോഴായാലും കണ്ടം ഇരിക്കുന്നുണ്ടോ, ട്രാഫിക് പോലീസ് ഇരിക്കുന്നുണ്ടോ, ഇങ്ങനെയുള്ള ലെവലിലാണ് സംസാരം. കണ്ടം കൊത്തുന്നവൻ എപ്പോൾ വേണമെങ്കിൽ ഇരിക്കുക, 2 കൊത്തത്തേ ഇരിക്കുക. ട്രാഫിക് പോലീസിന് 4 മണിക്കൂറിട്ട് നിന്നാൽ മതി. ഇതല്ല 10, 11, 12 മണിക്കൂറാണ് നിർത്തുന്നത്. എന്നിട്ട് കിട്ടിയ ബസ്സിൽ നിന്നും അതിൻ്റെ വീട്ടിലെത്തി അടുക്കളയിൽ അടുപ്പൊക്കെ നിന്നിട്ടാ ഇരിക്കുക എന്നുള്ളത് ഇവർക്കൊരു വിഷയം അനുവദിച്ചതേ അല്ല. അപ്പോൾ പിന്നെ അത് അനീതി, മനുഷ്യത്വ വിരുദ്ധമായ സംഭവമാണ്. അത് പരിഹരിച്ചേ പറ്റുള്ളൂ. പരിഹരിക്കുകയാണ്. നിയമം വരെ ഭേദഗതി ചെയ്ത്. പക്ഷേ ഇന്നും മുതലാളിമാർ പല്ലിളിച്ച് കാട്ടുന്നുണ്ട്, ഞങ്ങൾ ഇങ്ങൾക്ക് ഇരിക്കാനല്ല ശമ്പളം തരുന്നത് എന്നൊക്കെ രീതിയിലാണ്. പക്ഷേ തൊഴിലാളികൾക്കൊക്കെ അറിയാം ഞങ്ങൾക്ക് ഇരിക്കാനുള്ള നിയമം വരെ ഇവിടെ ഭേദഗതി വരുത്തിയിട്ടുണ്ട്, ഞങ്ങൾക്ക് ഇരിക്കാനുള്ള അവകാശമുണ്ട് എന്നൊക്കെ ഇവർക്കറിയാം. അപ്പോൾ അവർക്ക് ഉള്ളിലിങ്ങനെ ബോധമുള്ളതുകൊണ്ട് വല്ലാണ്ട് വിഷയമാകുമ്പോൾ അവരൊന്നിരിക്കും. അപ്പോൾ അവർ പറയുന്നുണ്ട്. ഇപ്പോൾ ഞാൻ പോയി അന്വേഷിച്ച് ചോദിക്കും, എന്നോട് പറയും, ചേച്ചി എന്തായാലും 1 മണിക്കൂർ ഞങ്ങൾ ഇരിക്കുന്നുണ്ട്. അതാ പറയുക. അത് വളരെ സംതൃപ്തിയിലാണ് പറയുന്നത്. അങ്ങനെ വെച്ചാൽ 1 മണിക്കൂർ ഇരിക്കുന്നുണ്ടെന്ന് പറയുന്നത് എങ്ങനെയാണ്? രാവിലെ ചായ കുടിക്കുമ്പോൾ ഒരു 10 മിനിറ്റോ 20 മിനിറ്റോ ഒന്നും ഇരിക്കും. പിന്നെ ഉച്ചയ്ക്ക് ചോറുന്നുമ്പോൾ അതേപോലെ ഒരു അരമണിക്കൂർ ഇരിക്കും. അങ്ങനെ കൂട്ടിയിട്ടാണ് ആ പറയണത്. അപ്പോൾ ഇതൊക്കെ നമ്മളെ കൊണ്ട് കാണിക്കുന്ന അനീതിയാണെന്ന് മുതലാളിത്തത്തിനോ പുരുഷാധിപത്യത്തിനോ തിരിച്ചറിയുന്നില്ല. നമ്മൾ പുരുഷന്മാർക്കെതിരല്ല, പുരുഷന്മാരും തൊഴിലാളികളുണ്ടല്ലോ. പക്ഷേ പുരുഷന്മാരെ സംബന്ധിച്ച ഇത് ഇവർക്ക് വീട്ടിലെത്തിയാൽ വീട്ടിൽ പോയിട്ടും 1-2 മണിക്കൂർ നിന്ന് നിപ്പിൽ ജോലി ചെയ്യണ്ട. ഒരു മേശപ്പുറത്ത് പോയിട്ട് ഇരുന്നിട്ട് വേണം ഭക്ഷണമൊക്കെ ഉണ്ടാക്കുക, അല്ല ഭക്ഷണം കഴിക്കണമെങ്കിൽ. അതെല്ലാം വീട്ടിലെ കാര്യത്തിലും തൊഴിലെടുത്ത കാര്യമായാലും പൊതുവെടുത്തലായാലൊക്കെ ഇവർ നിന്നിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇന്ത്യയൊക്കെ കാലില്ലേ പോയി. ഇന്നിപ്പോൾ പിന്നെ എന്താ പറയുക, സ്റ്റെപ്പ് കയറാൻ ബുദ്ധിമുട്ടാണ്. ഞാനൊക്കെ കട്ടറുള്ളൂ, നിന്നിട്ടില്ലേ കട്ട് ചെയ്യുക. പക്ഷെ അന്നൊന്നും ആ ബോധമില്ല. ഞാനിരിക്കണം, എൻ്റെ ശരീരം ശ്രദ്ധിക്കണം. എനിക്കും ഇല്ല, എൻ്റെ വീട്ടിലുള്ള എൻ്റെ തുണയ്ക്കും ഇല്ല, എൻ്റെ ഭർത്താവിനും ഇല്ല, എൻ്റെ കുട്ടികൾക്കും ഇല്ല. കുടുംബത്തിൽ സ്ത്രീകൾക്ക് ഇത്രയൊക്കെ മനുഷ്യാവകാശങ്ങൾ അല്ലെങ്കിൽ ശരീരത്തെക്കുറിച്ചുള്ള ഒരു ബോധമൊക്കെ വേണം. അല്ല ഇയ്യൊന്ന് കുറച്ച് കിടക്കിട്ടോ, അല്ലെ കുറച്ച് ഇരിക്കിട്ടോ, കുറേ നേരമായാലും നിൽക്കണ് എന്ന് പറയാൻ വീട്ടിൻ്റെ അകത്ത് ആരുമില്ല. പെണ്ണല്ലേ ആയിപ്പോയില്ലേ. പെണ്ണുങ്ങൾക്ക് അങ്ങനെ എത്ര വേണമെങ്കിൽ നിൽക്കുക, എത്ര വേണമെങ്കിൽ കാര്യങ്ങളൊക്കെ ചെയ്യുക, അത് സഹിച്ചോളും. ആ സഹനമാണ് ആകെ പ്രശ്നമാവണത്. ഇപ്പോൾ സഹനം പ്രശ്നമായിപ്പോൾ തീരെ പറ്റാത്തൊരവസ്ഥയപ്പോൾ സഹിച്ചിപ്പോൾ മര്യാദയ്ക്ക് നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥകൾ. അപ്പോൾ ഇതൊക്കെ അനീതി നടപ്പിലാക്കുന്ന മനുഷ്യരുടെ ഇടയിൽ നമ്മൾ ജീവിക്കുന്നതുകൊണ്ടാണ് മുതലാളിൻ്റെ അടുത്ത് തൊഴിലാളികൾ ഇത്ര അനുഭവിക്കുന്നത്, അധികാരികളുടെ അടുത്ത് താഴെ തട്ടുള്ള മനുഷ്യന്മാർ ഇത്രയും കാര്യങ്ങൾ അനുഭവിക്കുന്നത്. അപ്പോൾ അത് ഇനി അങ്ങനെ പോവില്ല മുന്നോട്ട്. ഇനി ഇത്തരം ചൂഷണങ്ങൾ മുന്നോട്ട് പോവില്ല.
അങ്ങനെയാണ് അങ്ങനെയാണ് ഇരിക്കൽ സമരം, കസാല തലയിൽ വെച്ചിട്ടാണ് ഞങ്ങൾ ഇരിക്കൽ സമരം നടത്തിയത്. മൂത്രപ്പുര സമരം ഞങ്ങൾ സിനിമയായിട്ടൊക്കെ മാറ്റിയിട്ടുണ്ടതിന്. കാരണം അവർ പറഞ്ഞു ഇത് മൂത്രപ്പുര സമരം നടത്തുക എന്നൊക്കെ പറഞ്ഞാൽ ഇതുവരെ അങ്ങനെയൊരു സമരങ്ങൾ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷെ അതിൻ്റെ അപ്പുറമായിട്ട് ഒരു കൂട്ടം മനുഷ്യർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അത് പൊട്ടിത്തെറിച്ച് സമരമായി മാറുകയാണ്. അത് സിനിമയായി മാറി. കുഞ്ഞിലെയാണ് അത് അസംഘടിത ഫ്രീഡം ഫൈറ്റിൽ കുഞ്ഞിലെയാണ് അത് സംവിധാനം ചെയ്തത്. ചേച്ചി തന്നെ അതിൽ അഭിനയിച്ചു. അത് ഞാൻ പ്രതീക്ഷിച്ചിട്ടേ ഇല്ല. കുഞ്ഞില പറയുമ്പോൾ മോളെ എൻ്റെ പേരുപയോഗിച്ചോ എന്ത് വേണമെങ്കിലും കാര്യങ്ങൾ നടത്തിക്കോ, പക്ഷേ വിജയിച്ച് ചെയ്യില്ല പറഞ്ഞു. എനിക്ക് സിനിമയിലൊന്നും അഭിനയിച്ച് ശീലേ ഇല്ല. അങ്ങനെ വിജയിച്ച് ആ കാര്യത്തിൽ ഇടപെടുന്ന പോലെ തന്നെ ഇടപെട്ടാൽ മതി, ഇപ്പോഴും പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞ്. അങ്ങനെയാണ് ഞാനത് മൂത്രപ്പുര സമരത്തിൽ ഇടപെട്ടതാണ് ആ സിനിമ കാണുന്നത്. ഇടപെട്ടുകൊണ്ടാണ് ആ സിനിമ രൂപീകരിക്കപ്പെട്ടത്. സിനിമയായിട്ട് മാറി. കുറേ ആൾക്കാർ കണ്ടിട്ടുണ്ട്. പക്ഷേ സ്ത്രീകൾക്കും അതിനുള്ള അവകാശമുണ്ട്, ഇത്തരം പ്രാഥമിക ആവശ്യത്തിന് അവകാശമുണ്ട് എന്നതൊരു ബോധ്യം സമൂഹത്തിലുണ്ടാക്കാൻ നമുക്ക് ആ സിനിമയെ കൂടി പറ്റിയിട്ടുണ്ട്. പിന്നെ ഇതാണ് ഇരിക്കൽ സമരം സംഭവം. അതേപോലെ തന്നെ ഇരിക്കൽ കസാല തലയിൽ വെച്ച് സമരം ചെയ്തതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് പിന്നെ മാറി മാറി വന്ന സർക്കാർ അത് ചർച്ചയാക്കുകയും അതിനൊരു നിയമം ഭേദഗതി ചെയ്യുകയും ചെയ്തത്. അത് LDF സർക്കാരാണ് ചെയ്തത്. തൊഴിലാളി പക്ഷ സർക്കാരാണ് എന്നെനിക്ക് തോന്നി. ഞാൻ എന്തെങ്കിലും മാറ്റം ഉണ്ടാവും എന്ന് ഞാനും പ്രതീക്ഷിച്ചിട്ടുണ്ട്. അപ്പോഴാണ് ഇരിക്കാനുള്ള നിയമമൊക്കെ ഭേദഗതി ഉണ്ടായത്. സ്ത്രീകൾക്ക് അന്തസ്സും അഭിമാനത്തിലും ജോലി ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞത് ആ നിയമം ഭേദഗതി ചെയ്യുമ്പോഴാണ്. അതിപ്പോൾ ഇവിടെ ഉണ്ട്. പക്ഷേ നിയമങ്ങളില്ലാത്ത പ്രശ്നമില്ല. ഞാൻ നോക്കുമ്പോൾ നിയമമുണ്ട് എല്ലാത്തിലും. ലേബറിലാണെങ്കിലും ഒക്കെ മനുഷ്യർക്ക് എന്തൊക്കെ അവകാശങ്ങളിലൊക്കെ ഉള്ളത്. പക്ഷെ ഇതൊന്നും പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നില്ല. ചൂഷണം ചൂഷണം ചെയ്തുകൊണ്ടേ നിൽക്കുക. അത് അനുവദിച്ചു കൊടുക്കരുതെന്നാണ്. അന്ന് സമരം സംസ്ഥാനത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്കും പോയില്ലേ? തൃശ്ശൂരൊക്കെ സമരം നടന്നില്ലേ? പിന്നെ തൃശ്ശൂർ, കോട്ടയം, ആലപ്പുഴ ഒക്കെ ഈ സമരങ്ങൾ അങ്ങനെ ഏറ്റെടുത്ത് തൊഴിലാളികൾ തന്നെ ഏറ്റെടുത്ത് ഇടപെട്ടിട്ട് സമരക്കായി മാറിയിട്ടുണ്ട്. അതിനുശേഷമാണ് ചേച്ചി BBC-യുടെ ഇരിക്കൽ സമരം വന്നതിന് ശേഷമാണ്, നിയമം ഭേദഗതി ചെയ്തതിന് ശേഷമാണ് BBC ഇങ്ങനെ ഒരു അംഗീകാരം തന്നത്. നമുക്ക് BBC-ന്റെ അംഗീകാരം ഒന്നും അല്ലല്ലോ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മനുഷ്യരിൽ മാറ്റാണല്ലോ. അന്ന് ഇന്ത്യയിൽ ആ ലിസ്റ്റിൽപ്പെട്ട മൂന്നാളുകളെ ഉണ്ടായിരുന്നു. അതെ. ആ മുതൽ ഒരാൾ ഞാനാണ്. ഒരാളായിരുന്നു അത്. അപ്പം ഒക്കെ എനിക്കുള്ള സങ്കടം എന്ന് വെച്ചാൽ സ്ത്രീ തൊഴിലാളികളിൽ മാറ്റം വരണം. അവർക്ക് ഇരിക്കാൻ പറ്റണം, അവർക്ക് പ്രാഥമിക ആവശ്യത്തെ സൗകര്യം ഉണ്ടാവണം, അവർക്ക് മിനിമം വേതനം കിട്ടണം. പുരുഷന് കൊടുക്കുന്ന കൂലി സ്ത്രീക്കും കൊടുക്കുകയാണെങ്കിൽ കുടുംബമാണ് രക്ഷപ്പെടുക. ഏതെങ്കിലും തരത്തിലുള്ള പരിഹാസങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ടോ? പിന്നെ മിഠായിത്തലിലൊക്കെ ഈ കടക്കാരൊക്കെ ഞാനിങ്ങനെ പോകുക മൂത്രപ്പുരേൻ്റെ ആൾ പോകണ്ടല്ലോ എന്നൊക്കെ പറയും. അതെനിക്കൊരു പ്രശ്നമായിട്ട് തോന്നിയിട്ടൊന്നുമില്ല. കാരണം മൂത്രപ്പുര വേണമല്ലോ, നമ്മൾ അവകാശമാണല്ലോ. അവകാശ സമരമല്ലേ നടത്തി. അത് പരിഹാസമായിട്ട് കാണേണ്ടവർ കാണട്ടെ എന്നുള്ളൂ. ഞാനത് ബാധിക്കില്ലൊന്നും, അതൊന്നും എനിക്ക് ബാധിക്കില്ല, എൻ്റെ മനസ്സിന് ബാധിക്കില്ല. ആ മൂത്രപ്പുര സമരം കഴിഞ്ഞ ശേഷമാണ് ഇരിക്കൽ സമരം. ഇരിക്കൽ സമരം കഴിഞ്ഞതിന് ശേഷം തൊഴിലാളികളുടെ ശമ്പളം കുറവിനെ കുറിച്ചും പിരിച്ചുവിടലിനെ കുറിച്ചും അവരെ തൊഴിലാളികളാണ് എന്നത് അവർക്കും ബോധം വരുന്നതും ഒക്കെ നമ്മൾ ഓരോ സമരത്തു കൂടെ തന്നെയാണ്. പിന്നെ 6 ബിൽഡിങ് അടിച്ച് വരിക കൊടുക്കുക, 1000 റുപ്യ, അതിൻ്റെ ചണ്ടി വരെ ഈ തൊഴിലാളീൻ്റെ ഉത്തരവാദിത്തം. അത് കോർപ്പറേഷൻ്റെ ഏതെങ്കിലും വണ്ടിയിൽ കൊണ്ടുപോയിട്ട് കൊടുത്താൽ ആ കോർപ്പറേഷൻ ജോലിക്കാർക്ക് 200 രൂപ കൊടുക്കണം കൈക്കൂലി. കൊടുത്തില്ലെങ്കിൽ ഒരു കൊണ്ടുപോകില്ല ചണ്ടി. അപ്പോൾ 1000 റുപ്യ കിട്ടുന്നതിൽ 200 റുപ്യ അതും കൊടുക്കും. അത്തരത്തിലുള്ള എന്താ പറയുക, പരസ്പരം ആണ് പെണ്ണിനെ ചൂഷണം ചെയ്യുന്നു, മുതലാളി തൊഴിലാളിയെ ചൂഷണം ചെയ്യുന്നു. ഇങ്ങനെയാണ് ഞാൻ കാണുന്നത്. എങ്ങനെ നമുക്ക് ഈ ലോകത്ത് ജീവിക്കാൻ പറ്റും എന്നതാണ്. അപ്പോൾ അതിനെതിരെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ഇന്നും നമ്മൾ മിഠായി തെരുവിൽ എൻ്റെ ടൈലർ ഷോപ്പ് ഇപ്പോൾ
പെൺകൂട്ടിൻ്റെ ഓഫീസും AMTൻ്റെ ഓഫീസൊക്കെയാണ്. കാരണം അതിന് വാടക പോലും കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്, പ്രവർത്തിക്കാൻ പ്രശ്നങ്ങളുണ്ട്, പ്രവർത്തകർക്ക് കൂലി വേണത്രേ. അവർ തൊഴിലാളികളായിരുന്നു നേരത്തെ. ഈ ചൂഷണം കാരണം ഇവർ പറയാം ഞങ്ങൾ പ്രവർത്തിക്കാൻ വരാം വിജയിച്ചിൻ്റെ കൂടെ. ഞാൻ ടൈലർ ഷോപ്പ് നടത്തിയിട്ടായിരുന്നു ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യൽ. ഇന്നും ഞാൻ എൻ്റെ മക്കൾ ജോലിക്ക് പോയ പൈസ എന്നൊക്കെ വാങ്ങിയിട്ടാണ് ഞാനിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആളുകളുണ്ട്, ടീമൊക്കെ ഉണ്ട്. പക്ഷെ അവർക്ക് അത് ഒരു രാഷ്ട്രീയ സംഭവമായിട്ട് കാണാൻ പറ്റിയെങ്കിലും അവർക്ക് ജീവിക്കണ്ടേ. അപ്പോൾ അവർ പറയണത് എന്താ വെച്ചാൽ സാമ്പത്തികം വേണം ചേച്ചി, എന്തെങ്കിലും പൈസ ഒക്കെ തരികയാണെങ്കിൽ ഞങ്ങളും വന്ന് കൂടെ പ്രവർത്തിക്കുക. പൈസ ഇല്ല ഞങ്ങളെ കയ്യിൽ. അപ്പം പൈസ ഒരു അനിവാര്യമായിട്ട് വരുന്നുണ്ട്. നമുക്ക് ജനങ്ങളോട് പറയാം, നമ്മളെല്ലാം ജനങ്ങളോടല്ല പറഞ്ഞിട്ടല്ലേ ഇത്തരം അനീതിക്കെതിരെ പൊരുതി കൊണ്ടുവന്നത്. ഇതും നമുക്ക് പറയാം, ജനങ്ങൾ തീരുമാനിക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞു വെച്ചത്. എന്തെങ്കിലും അവർക്ക് ബസ്സിൻ്റെ പൈസ ഒരു DA എങ്കിലും കൊടുക്കാൻ പറ്റിയാൽ അവരും പ്രവർത്തകരാകും. ഇന്നിപ്പോൾ അങ്ങനെയാണ്. പണ്ടത്തെ ഞാനൊക്കെ എൻ്റെ രാഷ്ട്രീയ ഭാഗത്ത് കൂടിയാണ് ഞാൻ വന്നത്. ഞാനൊരു പെണ്ണായത് എൻ്റെ കുറ്റമല്ല, എൻ്റെ തെറ്റുമല്ല. അപ്പോൾ എനിക്കെന്തിനാണ് ഇത്തരം കാര്യങ്ങളിൽ അവകാശമില്ലാത്ത? ആ അവകാശ പോരാട്ടമാണ് ഞാൻ എൻ്റെ ഉള്ളിലെ രാഷ്ട്രീയം. പെണ്ണായത് കൊണ്ടുള്ള അത് ഓർക്കൊക്കെ അങ്ങനെ കാണാൻ പറ്റില്ല. കാരണം ഓരോ കുറ്റം പറഞ്ഞ കയ്യിൽ ഒരു നേരത്തെ തൊഴിലാളികളാണ്. പിന്നെ വീട്ടിൽ നിന്ന് വരുമ്പോൾ ഭർത്താവുണ്ട്, മോനുണ്ട്. മോനോടും ഭർത്താവിനോടും ഒക്കെ മറുപടി പറയണം എവിടെ പോയിട്ട് വരികയാണ്. അപ്പോൾ ഞാൻ പെൺകൂട്ടിൻ്റെ ഒരു ഇതുണ്ടായിനി, സമരം ഉണ്ടായിനി, അതിന് വേണ്ടി പോയതാ എന്ന് പറയുമ്പം മോനെ ഒരു 50 ഉറുപ്പ്യ ഉണ്ടാകുമെന്ന് പറയുമ്പം പെൺകൂട്ട് പോയി ചോദിച്ചോ എന്നാണ് പറയുന്നത്. പെൺകൂട്ട് എന്ത് ചെയ്യും? അതുകൊണ്ട് ഇഷ്ടംമാതിരി കേസുകളുണ്ട്. ഞങ്ങളൊന്നും തന്നെ ഒഴിവാക്കാതെ കാര്യങ്ങളിൽ ഇടപെടുന്നുണ്ട്. പക്ഷേ ഈ ലേബർ കോഡ് വന്നതിൻ്റെ ശേഷമാണ് കൂടുതലായത്. അത് ഒറ്റൊന്നും ഞങ്ങൾ പരിഹരിക്കാണ്ട് വിട്ടിട്ടൊന്നുമില്ല, പരിഹരിച്ചിട്ട് തന്നെ വരുള്ളൂ. ഇന്നും ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് വരുമ്പോൾ ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടല്ല വരിക. അത്തരം കാര്യങ്ങൾ അത് പരിഹരിച്ചിട്ടേ ഞാൻ എൻ്റെ വീട്ടിൽ പോവുള്ളൂ. പക്ഷേ എൻ്റെ കൂടെ നിൽക്കുന്നവർക്ക് അങ്ങനെയല്ല, ഞാൻ നിൽക്കുന്ന പോലെ അല്ലല്ലോ അവർ നിൽക്കണേ. അപ്പോൾ അവർക്കൊരു വരുമാനം വേണം. ഞങ്ങൾ മുഖ്യ സമൂഹത്തിനോട് പറയാം എന്ന് ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. നോക്കട്ടെ, പറഞ്ഞു നോക്കാം എന്താ സ്ഥിതി എന്നപ്പം നോക്കാം. നമ്മളിപ്പോൾ ഞാനിപ്പോൾ നാളെ മരിച്ചു കഴിഞ്ഞാലും ഇത്ര അനീതികൾ ഇവിടെ കൂടിക്കൂടിക്കുണ്ട്, ഒന്നും കുറഞ്ഞിട്ടില്ല. അതിൽ നിരന്തരമായിട്ട് ഇടപെടേണ്ടി വരും. നിലനിൽക്കുന്ന ട്രേഡ് യൂണിയനൊക്കെ സ്ത്രീകളെ കാണുന്ന കാഴ്ചപ്പാടിൽ മാറ്റം വരാതെ സ്ത്രീകളെയും തൊഴിലാളിയായിട്ട് കണ്ടുകൊണ്ട് ഒരു അവകാശ സമരം നടത്താൻ അവർക്ക് പറ്റിയാൽ പിന്നെ പ്രശ്നമല്ല. പിന്നെ അതൊരു പ്രശ്നം. ചില ഒറ്റക്കൊക്കെ ഒരു ഷോപ്പിൽ ഒരാളേക്കും ജോലി ഉണ്ടാവുക. അവരിത്രയും കൊല്ലം നിന്ന് അവരെ പിരിച്ചു വിടുമ്പം അല്ലെ അവർ പിരിഞ്ഞു പോകുമ്പോൾ അവർക്ക് മാന്യമായിട്ട് അവർക്ക് കൊടുക്കേണ്ട ആനുകൂല്യമൊക്കെ കൊടുക്കണം. കാരണം അത്രയും കൊല്ലം അവർക്ക് വേണ്ടിയാണ് ജീവിച്ചത്. ഇത് മുതലാളിക്ക് വേണ്ടിയാണ് ജീവിച്ചത്. സമയം മുഴുവനും രാവിലെ 10-11 മണിക്കൂർ ഒരു കടയിൽ വന്ന ഒരാളാണെങ്കിലും അവിടെ നിൽക്കുന്നതും ഇത്തരം പ്രാഥമിക ആവശ്യങ്ങൾക്ക് മുട്ടുന്നതും അത്തരം കാര്യങ്ങൾക്ക് നിൽക്കുന്നത് അവിടുത്തെ കട ഉടമയ്ക്ക് വേണ്ടിയാണ്. അപ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ ആ കട ഉടമയ്ക്ക് വേണ്ടിയാണ് അവർ അധ്വാനിച്ചത്. അപ്പോൾ അവർക്ക് ഈ പറയുന്ന പോലെ അവർ വരികയും പോവുകയൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് ജോലി ഇന്ന് പിരിച്ചു വിടുമ്പോൾ എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും എന്നല്ല, ലേബറിൽ നിയമമുണ്ട്. ആ നിയമം പാലിച്ച് കൊടുക്കണം. കൊടുക്കാതിരിക്കുന്നത് ശരിയല്ല. ഞാനൊക്കെ ഇപ്പോൾ എനിക്ക് 56-57 വയസ്സായി. എന്നാൽ എൻ്റെ 26 വയസ്സ് മുതൽ ഞാനിങ്ങനെ ഇടപെട്ടുകൊണ്ട് നിൽക്കുക. അന്ന് എനിക്ക് ആരോഗ്യമുള്ളതുകൊണ്ട് ഞാൻ എന്തൊക്കെയോ കാണിച്ചിട്ട് സമൂഹത്തിൽ ഒരു മാറ്റം വരുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. അതേപോലെ എൻ്റെ കുടുംബത്തിലും മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. കുടുംബത്തിൽ എന്ന് പറയാൻ, കുടുംബത്തിൽ നമ്മൾ തിരിച്ചറിയുക, നമ്മൾ പെണ്ണായതുകൊണ്ട് നമുക്ക് ഭയങ്കര പ്രശ്നങ്ങളുണ്ട്, അനീതി നമ്മൾ പലതും നേരിടുന്നുണ്ട്, സഹിക്കുക. എൻ്റെ മക്കളൊക്കെ ജനിച്ചപ്പോൾ ഞാൻ ആകെ പ്രശ്നമാവുക. വീട്ടിലെ കാര്യം നോക്കണം, പിന്നെ എൻ്റെ സ്ഥാപനത്തിൻ്റെ കാര്യം നോക്കണം. ആകെ
ഇതെങ്ങനെ പരിഹരിക്കും എന്നുള്ള അവസ്ഥയായി. മരിക്കാനൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ ശ്രമിച്ചിട്ടുമുണ്ട്. ഈ സമൂഹത്തിൽ എനിക്ക് ജീവിച്ചിട്ട് കാര്യമില്ല, ഞാൻ ജീവിച്ചിട്ട് കാര്യമില്ല എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ അതിൻ്റെ അകത്ത് വന്ന് ഇത് മരിക്കാനും പറ്റില്ല എന്ന് തോന്നിയപ്പോൾ ഇത് എന്നാൽ പിന്നെ രണ്ടാളൊന്ന് കൽപ്പിക്കുക, ഒന്നില്ലേ ജീവിക്കുക എന്നാൽ മരിക്കുക. അതിൻ്റെ ബേസിലാണ് ഞാൻ പോരാട്ടം നടത്തിയത്. സത്യത്തിൽ മരിക്കട്ടെ എന്നു വിചാരിച്ചിട്ട് തന്നെയാണ്. ചാവണേ നമുക്ക് ചാവാം, കൊല്ലുകയാണെ അവർ കൊല്ലട്ടെ. ഇങ്ങനെ നമ്മളിതൊക്കെ അനുഭവിക്കേണ്ട ആവശ്യം എന്താ? അതേപോലെ ഞാൻ എൻ്റെ വീട്ടിനകത്തും പറഞ്ഞ്, ഞാനേ ഒരു മെഷീനല്ല. നിങ്ങൾ സ്കൂളിൽ പോകുന്നുണ്ട്, സുരേഷും ജോലി ഒക്കെ പോകുന്നുണ്ട്, നല്ല സുഖം. നമ്മളിങ്ങനെ എല്ലാം ചെയ്യുക, എല്ലാവരും ഏറ്റെടുക്കണം തന്നെ. മക്കളോടും പറയും ഇത് പറ്റുന്ന നിങ്ങൾ ഏറ്റെടുക്കണം, നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും നോക്കുക. ഇതെല്ലാം കഴിഞ്ഞിട്ട് ആ ഷോപ്പിലും പോയി ആ കാര്യങ്ങളും ഇടപെട്ട് സാമ്പത്തികമായിട്ടും ഒക്കെ നമ്മൾ അധ്വാനം ഇങ്ങനെ സമയം മുഴുവൻ ഇങ്ങനെ പോവുക, ഉറങ്ങാൻ പോലും പറ്റൂല. അത് ശരിയല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് പറ്റുന്ന നിങ്ങൾ ഏറ്റെടുക്കണം, നിങ്ങൾ അച്ഛന് പറ്റുന്നത് അച്ഛനെ ഏറ്റെടുക്കട്ടെ. അങ്ങനെ പിന്നെ ഓരോരുത്തരും ഏറ്റെടുക്കേ. മോനും ഉണ്ട്. മോള് പറഞ്ഞ് ഞാൻ അമ്മ പാത്രങ്ങളൊക്കെ കഴുകുക, ഞാൻ വാഷ് ചെയ്യുക, അത് പറഞ്ഞിട്ട് ഐറ്റങ്ങളത് ചെയ്തു പോകും. മോനും പറഞ്ഞ് ഞാൻ അടിച്ചു തരാം, തുടയ്ക്കുക, അവരത് ചെയ്യും. സുരേഷ് പറഞ്ഞ് ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ചെയ്യാം. ശരി, അപ്പോൾ എനിക്ക് ഉച്ചത്തെ പണിയുള്ളൂ. അപ്പോൾ എല്ലാവരും പണിയും എല്ലാവരും വേഗം നിർത്തും. അതാണ് ജനാധിപത്യം. നമ്മൾ അടുക്കളയിൽ ജനാധിപത്യം വേണമെന്ന് നമ്മളിങ്ങനെ ഘോരഘോരമായി പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളങ്ങോട്ട് തീരുമാനിച്ച് ഇറങ്ങി പ്രാക്ടിക്കലാക്കുക. അങ്ങനെ കുടുംബത്തിൻ്റെ അകത്ത് നല്ല മാറ്റമുണ്ട്. അപ്പോൾ അവരുടെ ജീവിതത്തിൽ ഇപ്പോൾ വക്കീൽ ഭാഗം പഠിക്കുക മോള് കല്യാണം കഴിച്ച്. അപ്പം എന്താ വെച്ചാൽ അവൾക്ക് അറിയാം ഇവിടെ ഇത്തരത്തിൽ എന്തെങ്കിലും അനീതി ഓളോട് കാണിച്ചാൽ അവൾക്ക് അറിയാം എന്താ ചെയ്യേണ്ടത്. മോൻ മെക്കാനിക്കൽ എൻജിനീയറിങ് പഠിച്ച് അവൻ്റെ കാര്യമൊക്കെ കഴിഞ്ഞിട്ടാവും പോവുക. അപ്പോൾ അവരൊക്കെ സ്വയം പര്യാപ്തരാണ്. അപ്പം നമ്മൾ എപ്പോഴും പിന്നെ അടുക്കളക്കുള്ളിലെ കാര്യങ്ങൾ സ്വകാര്യമാക്കി വെക്കാതെ അതിൽ കൂടെ വേണം ജനാധിപത്യം നടപ്പിലാക്കാൻ. എന്തും നടപ്പിലാക്കുക ആദ്യം നമ്മൾ അടുക്കളയിൽ കൂടെ തന്നെയാണ് നമ്മൾ ഉത്തരവാദിത്വം. അത് കഴിഞ്ഞ് നമ്മൾ പൊതുയിടത്ത്, കൈത്തൊഴിലിടത്ത് അങ്ങനെ ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്, ഇനിയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം ഉള്ള ടീം വർക്ക് ചെയ്യേണ്ട അവസ്ഥയാണ്. കാരണം എൻ്റെ ആരോഗ്യം ചെറിയൊരു ആക്സിഡൻറ്റ് നടന്നതിന് ശേഷം കുറച്ച് പ്രശ്നമാണ്. അപ്പോൾ ഒറ്റയ്ക്ക് ചെയ്യുന്നതിന് ടീമായി ചെയ്യണം ഇനി. അപ്പം അതിനിങ്ങനെ സാമ്പത്തികമായിട്ട് ചെറിയ പ്രശ്നമുണ്ട്. അത് നമുക്ക് സമൂഹത്തിനോട് പറയാം, അവർക്കറിയാമല്ലോ നമ്മൾ ചെയ്തതൊക്കെ. അപ്പോൾ ഇനിയും അത്തരം പ്രവർത്തനം നടത്താൻ ടീം വർക്ക് വേണം. ആ ടീമിനെ നിലനിർത്താൻ സമൂഹം നമ്മളെ സഹായിച്ചാൽ നമുക്ക് നിലനിർത്തി കൊണ്ടുപോകാം. അല്ലെങ്കിൽ നമുക്ക് പറ്റുന്നത് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ വിജയിച്ചിൻ്റെ കുട്ടിക്കാലത്തെ വിജയിച്ച് ഒരു എല്ലാ അവകാശങ്ങൾക്കും വേണ്ടിയൊക്കെ ഞാൻ സ്കൂൾ ലീഡറൊക്കെ ഇനി ഭയങ്കര തമാശയാണ് അതൊക്കെ. കാരണം പഠിക്കുന്ന കുട്ടികളെയാണ് അന്ന് ലീഡറും ഒക്കെ സ്കൂൾ ലീഡറൊക്കെ ആക്കൽ. പഠിക്കാൻ എനിക്ക് ഇഷ്ടമൊക്കെ തന്നെയായിരുന്നു. ഏറ്റവും ഇഷ്ടം മറ്റേ മാത്സും സയൻസുമാണ്. അപ്പോൾ പക്ഷേ ആ ഒരു പുസ്തകം, ഒരു നോട്ട് ബുക്കാണ് അമ്മ വാങ്ങിത്തരിക. അമ്മയാണ് വാങ്ങിത്തരിക. അച്ഛന് അറിയൊന്നും വേണ്ട. അച്ഛനോട് പറഞ്ഞാൽ അന്ന് ചാക്കിരേനി വിദ്യാഭ്യാസ മന്ത്രി എന്നിപ്പോഴും എനിക്ക് ഓർമ്മ അച്ഛൻ്റെ ആ വാക്കാ. അച്ഛൻ ഫീസ് കൊടുക്കണം, എന്തോ 5-10 ഉറുപ്പികയുള്ളൂ. പോയി പറയേ അച്ഛൻ ചാക്കിരീൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ അത്രയുള്ള അച്ഛൻ്റെ കാര്യം. അപ്പോൾ എന്താ പറയുക, പുസ്തകമില്ലായിട്ട് പഠിക്കാൻ പറ്റായിരുന്നായിപ്പോയത്. ഞാൻ 10ാം ക്ലാസ് വളരെ കുറച്ച് മാർക്കിനാണ് തോറ്റ്. ടീച്ചർമാരും പിയൂണും ഒക്കെ അമ്മേനെ കാണാൻ വീട്ടിൽ വന്നപ്പോഴാണ് ആരോ അമ്മേൻ്റെ അടുത്ത് പുസ്തകം വാങ്ങാൻ പൈസ കൊടുത്തപ്പോൾ അമ്മ ഞങ്ങളെ പട്ടിണി മാറ്റാനാണ് ശ്രമിച്ചത്. റേഷൻ കടയിൽ പോയിട്ട് അരി വാങ്ങുക ചെയ്തത്. അമ്മേൻ്റെ അന്നേരത്തെ മറുപടി എന്നാണ് ഞാൻ അറിയുന്നത്. അമ്മയ്ക്കന്ന് ഞങ്ങളെ പട്ടിണിയാണ് പ്രധാനം, വിദ്യാഭ്യാസമല്ല. അങ്ങനെയൊക്കെ ജീവിച്ച് വന്നതാണ്. ഇപ്പം എൻ്റെ മക്കളേക്ക് ഞാൻ കൊടുത്തു വിദ്യാഭ്യാസം. മോളെ LB ആണ്, മോൻ മെക്കാനിക്കാണ്, എൻജിനീയറാണ്, അവന് ഉഷാറാണ്. ഇപ്പോൾ എമ്മിലാണ് വർക്ക് ചെയ്യണത്, മോട്ടോഴ്സിൽ. അവൻ ഭയങ്കര ഹാപ്പിയാണ്. മോളും കുഴപ്പമില്ല, ഒക്കെ പറ്റിയ ഒരാളെ അവള് കല്യാണം കഴിച്ച് അങ്ങനെ സ്വതന്ത്രമായി ജീവിക്കണം. എത്രാമത്തെ വയസ്സിൽ വിജയിച്ച് ജോലിയൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു? ഞാനേ
പോയി തുടങ്ങിയ കഥ പറയുകയാണെങ്കിൽ, അതായത് ഞാൻ എല്ലാ പെൺകുട്ടികളെ പോലെ സുന്ദരിയൊന്നുമല്ലല്ലോ. അങ്ങനെ പിന്നെ എന്താ പറയുക, ജോലി വേണം. അമ്മ ഇങ്ങനെ പറയും, എന്തെങ്കിലും ജോലിക്ക് പോകണം മോളെ എന്ന് പറഞ്ഞിട്ട് അമ്മയുടെയൊക്കെയോ ജോലിക്ക് എന്നെ കൂട്ടിക്കൊണ്ടുപോയിട്ടുണ്ട്. അങ്ങനെ കൊണ്ടുപോയിലൊരു ഞാൻ ഇപ്പോഴും ഓർക്കണത്, അതായത് ഇവിടെ കോർപ്പറേഷൻ്റെ അടുത്ത്, കോർപ്പറേഷൻ ഓഫീസിൻ്റെ അടുത്ത് ഒരു ഇതുണ്ട്, എന്താ പറയുക, ഫാൻസി ഷോപ്പ്. അവിടെ ഒരാളെ ഒരു പെൺകുട്ടീനെ വേണം തന്നെ. അപ്പോൾ ഞാൻ അമ്മ പറഞ്ഞ് ഇങ്ങനെ ഒരു ഇതുണ്ട്, ആരോ പറഞ്ഞിട്ടാ അമ്മ പോയോക്കാം. ഞാനും എന്ത് ചെയ്ത്, മര്യാദയ്ക്ക് ഒരു കുപ്പായം ഒന്നും ഉണ്ടാവില്ല. ഞാൻ തൊട്ട വീട്ടിലിൻ്റെ കൂടെ ഉള്ള കുട്ടീനോട് ഡ്രസ്സൊക്കെ വാങ്ങിയിട്ട് കറുത്ത ഞാനൊക്കെ കൂടി സുന്ദരിയായിട്ട് പോവുക, ബ്യൂട്ടി സ്കൊത്തൊക്കെ കുത്തി പോവുക. അയാൾ ഞാൻ കണ്ടേ വയ്ക്കുന്ന അമ്മേനോട് പറഞ്ഞു, ഒന്നും വിചാരിക്കരുത്, ഞങ്ങളിവരെ പിന്നെ ഇവിടെ പെൺകുട്ടികളെ കച്ചവടത്തിൽ ഇവിടെ ഏൽപ്പിക്കുന്നത് അവരിൽ കൂടെ കച്ചവടം നടത്താനാണ്. അപ്പോൾ അത്യാവശ്യം സുന്ദരിയായ പെൺകുട്ടീനെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എൻ്റെ മുഖത്ത് ഇങ്ങനെ പറഞ്ഞു, ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. ഇന്നിപ്പോൾ നമുക്കറിയാമല്ലോ, ടെക്സ്റ്റൈൽ മേഖലയിലൊക്കെ ആ തരത്തിലല്ലേ കുട്ടികളെ സ്ത്രീകളെയൊക്കെ തിരഞ്ഞെടുത്ത് വെക്കണേ. അപ്പം ആ സൈക്കോളജി മനസ്സിലായപ്പോൾ ഞാൻ വേഗം പോയിട്ട് തുന്നൽ പഠിച്ച്, ഹാൻഡിക്രാഫ്റ്റ് സാധനങ്ങളൊക്കെ പഠിച്ച്, മുത്തുകൊണ്ട് ബാഗ് ഉണ്ടാക്കുക, കട്ടുണ്ടാക്കുക ഒക്കെ നമ്മളെ പഠനമാണ്, നമ്മളെ കൈത്തോ ഇതാണ്, നമുക്ക് അറിയണമല്ലോ. ചേച്ചിക്ക് ഒരു ഗൈഡ് ഉണ്ടായിരുന്നു അല്ലേ, അതൊക്കെ പഠിപ്പിച്ചെന്ന്? ഒരു ഫ്രണ്ട്, ഞാൻ തുന്നൽ പഠിക്കാൻ പോയ സ്ഥലത്തുണ്ടായ ഒരു ഫ്രണ്ടാണ്. അവള് ബോംബെയിലാ. അവള് ഇവിടുന്ന് ഇതാണ് ഉള്ള പരിപാടി. അങ്ങനെ ഞാൻ ഇപ്പോൾ ബാഗ് ഉണ്ടാക്കും എല്ലാം. അന്ന് എൻ്റെ ആ പ്രായത്തിൽ, നല്ല പ്രായത്തിൽ ബാഗ് ഉണ്ടാക്കുമ്പോൾ വിജിക്ക് ഭയങ്കര കഴിവാട്ടോ എന്നൊക്കെ ആൾക്കാരെ കൊണ്ട് പറയിപ്പിച്ച്. തുന്നാൻ തുന്നും, അവളെ ഡ്രസ്സ് തുന്നും, അടിക്കുകയൊക്കെ ചെയ്യും. നല്ല രസമായിരുന്നു. ഭയങ്കര നമ്മളൊന്നിനും ആരെയും ആശ്രയിക്കാൻ പോയില്ല. നമ്മളെ പണി നമ്മളെ കയ്യിലുണ്ട്, തയ്യലുണ്ട്, ഈ തരത്തിലുള്ള സാധനമൊക്കെ പഠിക്കും. ഞാൻ വണ്ടി ഓട്ടും, ഒന്നിനും ഇപ്പോൾ കാര്യം ആശ്രയിക്കണ്ടല്ലോ. ഞാൻ ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ അടിമയൊന്നുമല്ല. അതാരോ ഒന്ന് എന്നോട് ചോദിച്ചു, മാധ്യമത്തിൽ നിന്ന് തന്നെയാണ് തോന്നുന്നുണ്ട്, വിജയിച്ച് ഇതിനൊക്കെ പോകാനുള്ള ഫ്രീഡം. ഞാൻ എനിക്കിതിനെ ഫ്രീഡം, എൻ്റെ ഫ്രീഡം എൻ്റെ കയ്യിലാണ്. എനിക്ക് ജീവിക്കാൻ ഞാൻ പൈസ ഉണ്ടാക്കണത്. ആ പൈസ ഉണ്ടാക്കിക്കൊണ്ട് എനിക്ക് ഇവിടുത്തെ അനീതികൾക്ക് എന്തെങ്കിലും പുരുതാനൊന്നും എനിക്കൊരാളുടെ സമ്മതമൊന്നും ചോദിക്കേണ്ട. ഞാൻ പുരുഷാധിപത്യത്തിൻ്റെയും മുതലാളിത്തത്തിനും അടിമയില്ല. ആണെങ്കിലല്ലേ എനിക്ക്, ഞാനൊരു ഷോപ്പിൽ ഒരാളെ കീഴിൽ ജോലിയൊക്കെ ആണെങ്കിൽ എനിക്ക് അവരോട് ചോദിക്കണം. വീട്ടിൽ ഭർത്താവിന് കീഴിലാണ് ഞാൻ വെച്ചാൽ ഭർത്താവിനോട് ചോദിക്കണം. ഇത് പിന്നെ നമുക്ക് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായാൽ മതിയല്ലോ. ഞാൻ എവിടെയാണ് പോകുന്നത്, ഞാൻ വരുന്നത്, ഓൻ എവിടെയാണ് പോകണത്, ഓൻ വരുന്നത്. അങ്ങനെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ ജനാധിപത്യ രീതിയിൽ തന്നെയാണ് ഞങ്ങളെ ജീവിതം. ആരും ഇന്നെ ഭരിക്കാൻ പറ്റില്ല, ഞാൻ അങ്ങോട്ടും ഭരിക്കാൻ പോകില്ല. ആവശ്യമില്ലല്ലോ. മക്കളായാലും കുടുംബമായാലും ഒക്കെ തന്നെ പരസ്പരം ധാരണ വേണം. എന്താണ് അത് നമ്മൾ അടുത്തുള്ള വീട്ടിലുള്ള ഒരു ഏട്ടനാണെങ്കിലും ആ ഏട്ടൻ എവിടെ പോയില്ലേ എവിടെ പോയി എന്നൊക്കെ നമ്മൾ ചോദിക്കുമല്ലോ. അതുപോലെ പരസ്പര ധാരണ വേണം. അത് അയൽവക്കത്തുള്ള ആൾക്കാരായാലും വീട്ടിനകത്ത ആൾക്കാരായാലും അങ്ങനെ ഒരു ബഹുമാനം ധാരണയൊക്കെ പോവുകയാണെങ്കിൽ പ്രശ്നങ്ങളൊന്നും ഇല്ല. ഇതനങ്ങിയ ഒരു ചൂഷണം ചെയ്യുകയാണെങ്കിൽ പോലും അത് ചൂഷണമെന്ന് തിരിച്ചറിയില്ലെങ്കിൽ പോയില്ലേ കഥ. ഞാനൊരു ചൂഷണമാണ് ചെയ്യുന്നത് എന്ന് ചൂഷണം ചെയ്യുന്ന ആൾക്ക് തോന്നണം. അപ്പം പിന്നെ കുറേ നല്ല രസമായിരുന്നു. കുട്ടിക്കാലൊക്കെ നല്ല രസമായിരുന്നു. ദാരിദ്ര്യമായിരുന്നേ. ആ ദാരിദ്ര്യമാണ് ഇന്നിവിടെ എത്തിച്ചത്. ഈ ദാരിദ്ര്യത്തിൽ കൂടെ നമുക്ക് ആ വിഷമങ്ങളൊക്കെ മനസ്സിലാവും. എൻ്റെ അടുത്ത് വിജയിച്ച് അല്ലെ വിജി എന്ന് വിളിച്ച ഒരാൾ പ്രശ്നം പറയുമ്പോൾ തന്നെ എനിക്ക് അപ്പം അത് മനസ്സിലാക്കാൻ പറ്റും. എന്തായിരിക്കും അതിൻ്റെ ബാക്കിൽ ഇവരൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. പലതും ഞാനും അനുഭവിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ പിന്നെ അതുകൊണ്ടൊക്കെയാണ് ഞാൻ ഒരു ഏറ്റവും അടിത്തട്ടിൽ അത്രയും ദാരിദ്ര്യത്തിലൊക്കെ വളർന്നുകൊണ്ട് ഞാൻ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ അനുഭവിച്ചു വന്നതുകൊണ്ട് എനിക്കറിയാം മനുഷ്യരൊക്കെ ഈ സ്ത്രീകളും ഒക്കെ എന്തൊക്കെയാണ് അനുഭവിക്കുന്നത്, തൊഴിലാളികളൊക്കെ എന്താ അനുഭവിക്കുന്നതെന്ന് എനിക്കറിയാം. അതെങ്ങനെ നമുക്ക് നാട്ടിൽ രാജ്യത്ത് ഇല്ലാതാവും എന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എങ്ങനെ ഉണ്ടാക്കിയെടുത്ത് വീണ്ടും വീണ്ടും മനുഷ്യരെ
ചൂഷണം ചെയ്യുക എന്നതാണ് ഭരണത്തിലിരിക്കുന്ന ആൾക്കാർ ചിന്തിക്കുന്നത്. അപ്പോൾ ഭരണം എത്ര ജനാധിപത്യമാവുന്നു, അപ്പോൾ നമ്മളെ കുടുംബങ്ങളും ജനാധിപത്യമാവും എന്നാണ് പ്രതീക്ഷ. ഭരണത്തിൽ ഇരുന്നിട്ട് തലപ്പത്ത് ഇരുന്നിട്ട് എങ്ങനെ മനുഷ്യരെ ദ്രോഹിക്കാം എന്ന രീതിയിൽ ഓരോ ദിവസവും ഓരോ പകലും ഇങ്ങനെ കാര്യങ്ങൾ ജനങ്ങളെ ദ്രോഹിച്ചുകൊണ്ട് നിൽക്കുകയാണ്. പകൽ രാത്രിയൊന്നും ഇല്ല, ദ്രോഹിച്ചുകൊണ്ട് നിൽക്കുക. ആ ദ്രോഹത്തിനൊരു അവസാനം ഉണ്ടാവും, മാറ്റം എന്തായാലും ഉണ്ടാവും. അത് തൊഴിലാളികൾക്കിടയിലായാലും മനുഷ്യർക്കിടയിലായാലും അങ്ങനെ എന്തായാലും ഒരു പ്രതീക്ഷയുണ്ട്. കഴിഞ്ഞ ഡൽഹി സമരം നമുക്ക് വലിയൊരു പ്രതീക്ഷയാണ് തരുന്നത്. അല്ലെങ്കിൽ നമ്മളിതൊക്കെ ഇങ്ങനെ എന്താ പറയുക വിറങ്ങലിച്ച് മരിച്ചു പോകുന്ന ആൾക്കാരെ ഇനി ഇതൊക്കെ അനുഭവിച്ച് അവസാനം നമ്മൾ വിറങ്ങലിച്ച് നമ്മളൊന്നുമല്ല എന്ന രീതിയിൽ മരിച്ചു പോയിരുന്നു. പക്ഷേ ഈ ഡൽഹിയിലെ ഇപ്പോഴത്തെ സമരം, കഴിഞ്ഞ സമരം നമുക്ക് ഒരുപാട് പ്രതീക്ഷയാണ് തരുന്നത്. അതിലൊരു സന്തോഷം തന്നെ ഉണ്ട് മനസ്സിന്. അതുകൊണ്ട് അതിൽ തന്നെ നമുക്കെല്ലാവർക്കും ചേർത്ത് പിടിച്ച് നമുക്ക് തൊഴിലാളികളെയും മുതലാളിമാരെയും ഒക്കെ ബോധവാന്മാരാക്കാനും ഒക്കെ പറ്റണം. കേന്ദ്രം ഇങ്ങനെ ആദ്യം വന്നേ വയ്ക്കുന്ന നോട്ട് നിരോധിച്ച്, അത് കഴിഞ്ഞിട്ട് പിന്നെ കർഷകരെ ആക്രമിച്ച്, അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ പൗരത്വ ബില്ലിനെതിരെ മനുഷ്യത്വ വിരുദ്ധ നടപടികളാണ് കേന്ദ്രം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ സഹിച്ചിങ്ങനെ തലവെച്ചിങ്ങനെ കൊടുക്കും എന്നായിരുന്നു പ്രതീക്ഷ. അതിലാണ് നമ്മളെങ്ങനെ ചവിട്ടി നമ്മളെ ഇല്ലാതാക്കാൻ ശ്രമിച്ചത്. പക്ഷെ കൊടുത്തില്ലേ പണി. അതാണ് എല്ലാ കാലത്തും നമ്മളെ ഇല്ലാണ്ടാക്കാൻ പറ്റൂല. ഒരു കാലം അത് തിരിച്ച് ഇനി എന്തായാലും പ്രതീക്ഷ ഇനി നമ്മൾ വിട്ടുകൊടുക്കൂല. നമ്മളൊക്കെ എതിരെ എന്ത് അനീതി ചെയ്തോ നമ്മൾ ഏറ്റവും അടിത്തട്ട് തന്നെ ഇറങ്ങും, സംഭവം പ്രശ്നമാവും. അപ്പം അതുകൊണ്ട് ഇന്ത്യക്കകത്ത് നല്ല മാറ്റങ്ങൾ വരട്ടെ. അതുപോലെ ഞങ്ങളെ സ്ത്രീ തൊഴിലാളികൾക്കും അതിൽ നല്ല നല്ല മാറ്റങ്ങൾ ഉണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്.